السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ ലുഖ്മാൻ മക്കിയാണ്. 27, 29 ആയത്തുകൾ ഒഴികെ. അത് മദനിയാണ്. അപ്പോൾ ആയാത്തുഹ, അതിൻ്റെ ആകെ ആയത്തുകൾ 34 ആയത്തുകളാണ്. നസറത്ത് ബാദ സ്വാഫാത്ത്, സ്വാഫാത്ത് സൂറത്തിന് ശേഷം ഇറങ്ങിയതാണ്. അലിഫ് ലാം മീം എന്നാണ് ആദ്യത്തെ ആയത്ത്. അലിഫ് ലാം മീം. അല്ലാഹു അഅലമു, അല്ലാഹു ആണ് കൂടുതൽ അറിയുന്നവൻ. കൂടുതൽ എന്ന് വേണ്ട, അറിയുന്നവൻ അവൻ തന്നെയാണ്. ബി മുറാദിഹി, അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ട്. ബിഹി, ആ അലിഫ് ലാം മീം എന്ന അതുകൊണ്ട് അവൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അതറിയുന്നത് അള്ളാഹുവാണ്. തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. തിൽക അത്, നമ്മൾ അലിഫ് ലാം മീമിൻ്റെ അവിടെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ബഖറ സൂറത്തിലെ ദാലിക തഅലീമിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലത്താണെന്ന് വെച്ചാൽ മതി. ഇവിടെ കണ്ടോ, തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം എന്നാണ്. തിൽക്കക്ക് ഐ ഹാദിഹിലായ, പിന്നെ എന്തിനാ അവിടെ തിൽക്ക കൊടുത്തതെന്ന് ചോദിച്ചാൽ അത് താലീമിന് വേണ്ടി. അപ്പം അക്സാ ഗായത്തിലാണ് ഉള്ളത്. ബഹുമാനത്തിൻ്റെ അക്സാ ഗായത്ത് എന്നുള്ളത് എന്താണ്? ഉഷുവത്തല്ലത് എന്ന് വെച്ചാൽ തദല്ലുൽ എന്ന് വെച്ചാൽ ഇബാദത്തിൻ്റെ നിർവചനമാണെങ്കിൽ പോലും സംഗതി എന്താണ്? ഏറ്റവും ആദരിക്കപ്പെടുന്ന അല്ലേ, അള്ളാഹുവിൻ്റെ കലാമാണല്ലോ. ആ നിലയ്ക്കൊരു വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് തിൽക്ക കൊടുത്തിരിക്കുന്നത്. അത് അഥവാ ഐ ഹാദിഹിൽ ആയാത്ത്, ഈ ആയത്തുകൾ ആയാത്തുൽ കിതാബി, കിതാബിലെ ആയത്തുകളാണ്. കിതാബ് എന്ന് വെച്ചാൽ ഖുർആൻ. ഇതൊക്കെ വെറും സംഗതികളല്ല, ഇതൊക്കെ ഖുർആനിലുള്ള ആയത്തുകളാണ് ഈ പറയുന്നതെന്നാണ്. അൽ ഹക്കീം, അല്ലെ, യുക്തിഭദ്രമായ കിതാബ്. ഇതിൽ ഹിക്മ, ഹക്കീം എന്ന് വെച്ചാൽ ഹിക്മത്തുള്ള എന്നർത്ഥം. വൽ ഇലാവത് ബി മാന മിൻ. അപ്പോൾ ഇവിടുത്തെ എന്താണ്? ഹക്കീമായ വേദഗ്രന്ഥത്തിലുള്ള, ഹക്കീമായ ഖുർആനിലുള്ള ആയത്തുകളാണെന്ന് വെച്ചാൽ ഖുർആനിൽ നിന്നുള്ള ആയത്തുകളാണ്. അപ്പോൾ ബി മാന മിൻ, മിന്നിൻ്റെ അർത്ഥത്തിലാണ് അവിടുത്തെ ഇലാഫത്തിൻ്റെ മാന എന്ന്. പിന്നെ ഹുദൻ വറഹ്മത്തൻ, ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ. ഹുദൻ വറഹ്മത്തുൻ ബിർ റഫ്ഇ, റഫ്ഇ കൊണ്ട് ഓതൽ. ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, ഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. വഫി ഖിറാഅത്തിൽ ആമത്തി ബിൻ നസ്ബി, എന്നാൽ ഖിറാഅത്തുൽ ആമ, മൊത്തം ആളുകളുടെ ഖിറാഅത്തിൽ അല്ലേ, ആമത്ത് സാധാരണക്കാരെ ഓതുന്നതിലുള്ള ഖിറാഅത്തിൽ ബിൻ നസ്ബി, നസ്ബാണ്. അതായത് വ്യാപകമായ ഖിറാഅത്ത് അങ്ങനെയാണ്. ഹാലായിട്ട് നമ്മളൊക്കെ അങ്ങനെ ഓതുക, ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ എന്നാണ്. ഹുദൻ വറഹ്മത്തുൻ എന്നും ഖിറാഅത്തുണ്ട്. അത് ഹാലൻ, ഈ ഹുദൻ വറഹ്മത്തൻ എന്നാകുമ്പോൾ ഹാലൻ മിനൽ ആയാത്തി, ആയത്ത് അല്ലെ, ആയാത്ത് എന്ന പദത്തിൽ നിന്നുള്ള എന്താണ്? ഹാലാണ്. അപ്പോൾ തിൽക്ക ആയാത്തുൽ കിതാബിൽ ഹക്കീം, ആ ആയത്തുകൾ തന്നെ എന്തായതായ നിലയ്ക്ക്? ഹുദയും സന്മാർഗവും വറഹ്മത്തൻ കാരുണ്യവുമായ നിലക്ക് നടത്തും. അൽ ആമിലു ഫിഹ, ഈ ഹാലിൽ അമൽ ചെയ്ത ആമിൽ ഏതാണ്? മാഫി തിൽക്ക, തിൽക്കയിലുള്ള ഒന്നാണ്. മാ ഒന്നാണ്. ഒന്നുകൂടെ പറയാം. അൽ ആമിലു ഫിഹ, ഈ ഹാലിൽ അമൽ ചെയ്ത, അതായത് ഈ ഹാലിന് അമൽ ചെയ്യുന്ന ഒരു ആമിലുണ്ടാവുമല്ലോ, ആ ആമിൽ മാ ഒന്നാണ്. ഫി തിൽക്ക, തിൽക്ക എന്ന പദത്തിലുള്ള ഒന്നാണ്. എന്തിനാൽ? മിൻ മാനൽ ഇഷാറത്തി, ഇഷാറത്തിൻ്റെ മാനയാൽ. അത് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹാലിൻ്റെ ബാബിൽ അൽഫിയിൽ വിശദമായിട്ട് 1-2 ബൈത്തുകൾ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. കത്തിൽ ഓർമ്മ കിട്ടുന്നില്ല. എന്തായാലും ഇഷാറത്തിൻ്റെ മാന ഉണ്ട്. ഒരു ഫിലിൻ്റെ മാന അവിടെ എന്തുണ്ട്, വരുന്നുണ്ട്. ഉഷീറു എന്നൊക്കെ ഉള്ള മാന ഇഷാറത്തിൻ്റെ ഇസ്മിലുണ്ടാവും. അപ്പോൾ ആ മാന അതിലുണ്ട്. അപ്പോൾ ആ മാനയാണ് ഇവിടെ ഈ ഹാലിന് അമൽ ചെയ്യുക എന്ന് തർക്കീബ് പറയും. മനസ്സിലായല്ലോ? ഉദാഹരണം പറഞ്ഞാൽ ഹാദ ആലിം, ഇവൻ പണ്ഡിതനാണ്. അപ്പം അവൻ തന്നെ എന്തായ നിലയ്ക്ക്? ഖായിമാ, അപ്പം നിൽക്കുകയാണ് ആ നിലയ്ക്ക്. അപ്പം അവിടെ ആ തിൽക്ക എന്ന ഇതിലുള്ള ഒരു ഇഷാറത്തിന് മാന ഉണ്ടല്ലോ. ഞാൻ ഈ ഇഷാർത്ത് ചെയ്യാണ്, ഞാൻ ഇവരിലേക്ക് ഇഷാർത്ത് ചെയ്യാണ് എന്നൊരു മാന ഉണ്ടല്ലോ. അപ്പോൾ ആ മാന അതാണ് അവിടെ ആ ഖായിമ എന്നതിന് നെസ്ബ് ചെയ്യുന്നത്. ഖായിമ എന്നതിന് നെസ്ബ് ചെയ്യുന്നത് അതാണ്. സംഗതി ഏതിനുള്ള ഹാലാണ്? ഇവിടെ ഇപ്പം തിൽക്കലിനുള്ള ഹാലല്ല, ഹാല് ആ ആയാത്തിൽ നിന്നുള്ള ഹാലാണ്. പക്ഷേ അതിനെ അമൽ ചെയ്യുന്നത് ആയാത്തല്ല, മറിച്ച് ആ തിൽക്ക എന്ന ഇഷാറത്തിൻ്റെ ഇസ്മിലുള്ള മാനയാണ്, ഇഷാറത്തിൻ്റെ മാനയാണ്. അല്ലദീന യുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അല്ലദീന യുഖീമൂന, അല്ല, ഹുദൻ വറഹ്മത്തൻ ലിൽ മുഹ്സിനീൻ ഉണ്ടല്ലോ, ആ മുഹ്സിനീങ്ങൾക്ക്.
സുഹൃതങ്ങൾ അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് കാരുണ്യവും പിന്നെ സന്മാർഗവുമായ നിലക്കാണ് ഈ ഗ്രന്ഥത്തിലുള്ള ആയത്തുകൾ ഉള്ളത്. അല്ലദീന യുഖീമൂന സ്വലാത്ത, എങ്ങനെയുള്ള മുഹ്സിനീങ്ങളാണ്? അവർ നിസ്കാരത്തെ മുറപ്രകാരം നിർവഹിക്കും. ബയാനുൽ മുഹ്സിനി, മുഹ്സിനീങ്ങളെ ബയാൻ ചെയ്യാണ്. അതായത് ആ മുഹ്സിനീങ്ങൾ തന്നെ സിഫത്താണ്. അല്ലദീന കൊണ്ട് സിഫത്ത് ചെയ്തിട്ട് എന്താണ് ബയാൻ പറയാണ് ഇവിടെ. അന്നതു താബി ഉല്ലിക്കുല്ലി, അല്ല അങ്ങനെയല്ലേ, അന്നതു താബി ബൈത്ത് അങ്ങനെയാണല്ലോ. വയുത്തൂന സക്കാത്ത, പിന്നെ എങ്ങനെയുള്ള ആളുകളാണ്? സക്കാത്തിനെ അവർ കൊടുത്ത് വീട്ടുകയും ചെയ്യും. വഹും ബിൽ ആഖിറത്തി, അവർ ആഖിറത്തിനെ ഹും യൂക്കിന്, അവർ തന്നെ എന്ത് ചെയ്യണം? നല്ല യൂക്കിന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവർ ആഖിറത്തിനെ ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളുമാണ്. ആഖിറത്തിനെ അവർ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്തിനാണ് ഇവിടെ ഈ ഹും കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ, അത് ഹുമുസാനി, ആ രണ്ടാമത്തെ ഹും തഅക്കീദുൻ, ആ രണ്ടാമത്തെ ഹും ആവുന്നത് തഅക്കീദാണ്, മുഅക്കിദാണ് എന്നർത്ഥം. രണ്ടാമത്തെ ഹും മുഅക്കിദാണ്. അപ്പോൾ ഒരു ഹും വന്നിട്ടുണ്ടല്ലോ, മുബത്തദാണ്. അവരാകുന്നത് ബിൽ ആഖിറത്തി, ആഖിറത്തിനെ യൂക്കിന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. പിന്നെ രണ്ടാമത് ഈ കൊണ്ടുവന്നത് തഅക്കീദിന് വേണ്ടിയാണ്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലായിക, അക്കൂട്ടർ, അലാ ഹുദം മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള സന്മാർഗത്തിലാണ് അവരുള്ളത്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമാണ് വിജയികൾ. അവിടെ ഒരു ഹസ്റിൻ്റെ മാന കൊടുക്കാം, അവർ മാത്രമാണ് മുഫ്ലിഹൂൻ, വിജയികൾ. വമിനന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ, ഒരുത്തർ, യഷ്തരി, അവർ വാങ്ങും, പൈസ കൊടുത്തിട്ട് അവർ വാങ്ങും. എന്തിനെ? ലഹുവൽ ഹദീസ്, സംസാരത്തിൽ നിന്നുള്ള ലഹുവിനെ, വിനോദത്തെ. ഇവിടെ ലഹുവും ലൈബും ഖുർആനിൽ പ്രയോഗിക്കാം. ലഹുവ്, ലൈബ്, പിന്നെന്താണ് ലഹുവ്, ലൈബ്, പിന്നെ വേറൊരു പ്രയോഗം കൂടെ ഉണ്ട്. എന്തായാലും അവിടെ ലഹുവും ലൈബും എന്താണ് വ്യത്യാസം എന്ന് പല മുഫസ്സിരീങ്ങളും പ്രമുഖരായ പലരും വേർതിരിച്ചായിട്ട് കാണുന്നില്ല. പക്ഷേ ലഹു എന്നുള്ള തിന്മയിലേക്കും പോകും, ലൈബ് അങ്ങനെയൊന്നും ആണെന്നില്ല. എന്താണ് ലൈബ് എന്നുള്ളത്? തിന്മയിലേക്ക് പോകാതെ ഉണ്ടാവും, കളികൾ എന്ന രൂപത്തിൽ വരും. മറ്റേ ലഹു എന്നുള്ളത് എന്താണ്? തിന്മ തന്നെയാണ് എന്ന് പറഞ്ഞ് ചിലർ തഫ്സീർ വ്യാഖ്യാനിച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ ജമലിലുണ്ട് എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ജലാലൈനിയുടെ ഒരു ഹാഷിയാണല്ലോ, ഹാഷിയത്തുൽ ജമൽ. ലഹുവൽ ഹദീസ് എന്ന് വെച്ചാൽ സന്മാർഗത്തിൽ നിന്നുള്ള, അല്ല, സംസാരത്തിൽ നിന്നുള്ള വിനോദമായ സംഗതി. അതായത് മാ യുൽഹി മിൻഹു അമ്മ, ഇവിടെ അൽഹ യുൽഹി അല്ലേ, അൽഹ അൻ, യുൽഹി അൻ എന്നൊക്കെ പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കുക. നമ്മ ഒന്ന് യുൽഹി, ശ്രദ്ധ തിരിക്കുന്ന മീനും അവനെ, അമ്മ, ഒരു കാര്യത്തെയും വിട്ട്, യഅനി, പ്രാധാന്യമുള്ള ഒരു കാര്യത്തെയും വിട്ട് അവനെ ശ്രദ്ധ തിരിക്കുന്ന ഒരു സംസാരമാണ് ലഹുവൽ ഹദീസ്. ലിയുദില്ല ബി ഫത്ഹിൽ യാഇ വളമ്മിഹ, അതിന് ഫത്ത് കൊണ്ട് ലിയദില്ല എന്നും ലമ്മ കൊടുത്തിട്ട് ലിയുദില്ല എന്നും ഒക്കെ ഖിറാഅത്തുണ്ട്. അവൻ പിഴപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവൻ പിഴയ്ക്കാൻ വേണ്ടി, അൻ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും, അഥവാ ത്വരീഖുൽ ഇസ്ലാം, ഇസ്ലാം എന്ന മാർഗത്തിൽ നിന്നും, ബി ഗൈരി ഇൽമ, അവൻ തന്നെ അജ്ഞനായ, അല്ലെ, അല്ലെങ്കിൽ എന്താണ്, അറിവില്ലാത്തവനായ നിലയ്ക്ക്. വയത്തഹിദഹ, എന്നിട്ട് എന്തിനും? അവൻ അതിനെ ആക്കാനും. വയത്തഹിദഹ, അവൻ അതിനെ ആക്കാനും. അതിനെ എന്ന് വെച്ചാൽ ഏതാണ്? വിശുദ്ധ ഖുർആനുള്ള ആയത്തുകളെയൊക്കെ. പിന്നെ നസ്ബ് കൊണ്ട് വയത്തഹിദ എന്ന് വായിക്കണം. അങ്ങനെയാകുമ്പോൾ എന്താണ്? ആതുഫൻ, അത്തുഫ് ചെയ്തതിന് വേണ്ടി, അല യദില്ല, അല്ലെങ്കിൽ യുദില്ല, അല്ലേ? അതിന് മേലെ അത്തുഫ് ചെയ്യുമ്പോൾ എന്താണ്? ലി യുദില്ല, ലാമിന് ശേഷം ഒരു മുൾമർത്തായ മറക്കപ്പെട്ട അന്നുണ്ടാവും. അതാണ് ആ യദിലക്ക് അല്ലെങ്കിൽ യുദിലക്ക് നസ്ബ് ചെയ്യുന്നത്. അപ്പോൾ അതിന്മേലെ അത്തുഫ് ചെയ്യുമ്പോൾ ഈ വയത്തഹിദു അല്ല, പിന്നെ വയത്തഹിദ നസ്ബായിട്ട് അങ്ങനെ ഖിറാഅത്തുണ്ട്. അപ്പോൾ റഫ് കൊടുത്തിട്ടും വയത്തഹിദുഹ എന്നും ഖിറാഅത്തുണ്ട്. അതെങ്ങനെയാണ്? അത് ആതുഫൻ അല യസ്തരി, ആ യസ്തരി എന്നതിന്മേലെ അത്തുഫ് ചെയ്തതിന് വേണ്ടി. യസ്തരി എവിടെയുള്ളത്? അവന് നാസിമൈ യസ്തരി, അല്ലേ? ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഹുവൽ ഹദീസിനെ, ഇവൻ പിഴയ്ക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ഇവൻ പിഴയ്ക്കാൻ വേണ്ടി ലഹുവൽ ഹദീസിനെ വിൽക്കുന്ന ആളുകളുണ്ട്, അല്ല സോറി, വാങ്ങുന്ന ആളുകളുമുണ്ട്. പിന്നെ എന്തു ചെയ്യുവര്? വയത്തഹിദഹ, അവൻ അതിനെ ആക്കുകയും ചെയ്യും. യത്തഹിദഹ എന്നുള്ളതിൻ്റെ ലമീർ ഇവിടെ കൃത്യം കൊടുത്തിട്ടില്ല. സബീലിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സബീലിലേക്ക് ലമീർ മടക്കാം.
അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലുള്ള ആയത്ത്, എന്തായാലും പ്രശ്നമൊന്നുമില്ല. സബീലാകുമ്പോൾ നേരെ തൊട്ട് മുമ്പിലേക്ക് വന്നു. എന്തായാലും അതിനെ ആക്ക ആക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് എന്നാണ് റഫ് കൊണ്ടാകുമ്പോൾ അർത്ഥം വരിക. മറ്റേ ആകുമ്പം അതിനെ ആക്കാനും എന്താക്കാൻ, ഹുസുവൻ. ഹുസു എന്ന് വെച്ചാൽ മസ്തറാണ്, അഥവാ മഫൂലിൻ്റെ മാനക്കാണ് മഹ്സു അം ബിഹാം, അഥവാ പരിഹാസപാത്രമാക്കുക. അള്ളാഹുവിൻ്റെ ഈ ഇസ്ലാമിക വഴി അല്ലെങ്കിൽ ഈ വിശുദ്ധ ഖുർആനുള്ള ആയത്തുകൾ അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ അലിഫ് ലാം മീം തിൽക ആയാത്തുൽ കിതാബിൽ ഹക്കീം. ആയത്തുകളെയൊക്കെ വെറും പരിഹാസപാത്രങ്ങളാക്കുകയും ചെയ്യാനാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്ക് നിന്ദ്യജനകമായ ശിക്ഷ അവർക്കുണ്ട്. അത് ഇഹാനത്തുള്ള നിന്ദ്യതയുള്ള. വഇദാ തുത്ല അലൈഹി, അവൻ്റെ മേൽ പാരായണം ചെയ്യൽപ്പെട്ടാൽ ആയാത്തുന, നമ്മളുടെ ആയത്തുകൾ, അഥവാ ഖുർആനിൻ്റെ ആയത്തുകളെ, വല്ല അവൻ തിരിയും, മുസ്തക്ബിറ അഹങ്കരിച്ചുകൊണ്ട് പിന്തിരിയും. കഅല്ലം യസ്മഅഹ, അവൻ അതിനെ കേൾക്കാത്തതുപോലെ ആയത്തുകളെ. കഅന്ന ഫീ ഉദുനൈഹി വഖറ, അവൻ്റെ ഇരു ചെവികളിലും ഉള്ളതുപോലെയുണ്ട്, അവൻ്റെ ഇരു ചെവികളിലും ഉള്ളതുപോലെയുണ്ട് എന്ത്, വക്കറുള്ളത് പോലെയുണ്ട്. വക്കർ എന്ന് വെച്ചാൽ സമമ് സുമ്മുൻ അല്ലെ, ബുക്മുൻ എന്നൊക്കെ പറയും. സുമ്മു എന്ന് വെച്ചാൽ അസമിൻ്റെ ജമ്മാണ്, അസം എന്ന് വെച്ചാൽ ബദിരൻ അല്ലെ, ചെവി കേൾക്കാത്ത. അപ്പം ചെവി കേൾക്കാതിരിക്കുക എന്നുള്ള സംഗതി അഥവാ ബധിരത അവൻ്റെ ഇരു ചെവികളിൽ ഉള്ളതുപോലെയുണ്ട്. ഓ ജുംലത്താ തഷ്ബീഹി, രണ്ട് തഷ്ബീഹിൻ്റെ ജുംല ഉണ്ട് ഇവിടെ അല്ലേ. അവൻ അതിനെ കേൾക്കാത്തതുപോലെ ഉണ്ട്, അവൻ്റെ ഇരു ചെവികളിലും എന്തുള്ളതുപോലെയുണ്ട്, കർണം എന്ന് പറയല്ലേ ചെവിക്ക് നല്ല മലയാളം. അവൻ്റെ ഇരു കർണങ്ങളിലും ബധിരത ബാധിച്ചതുപോലെയുണ്ട്. അപ്പം രണ്ട് ഹാലി രണ്ട് തഷ്ബീഹിൻ്റെ രണ്ട് ജുംലകൾ ഹാലാനി, ആ രണ്ട് ഹാലകളാണ്. മീൻ ലമീരി വല്ല എന്നതിലുള്ള മുസ്തത്തറായ ലമീർ എന്നാണ്. അപ്പം വല്ല, അവൻ പിന്തിരിഞ്ഞു, അഹങ്കരിച്ചുകൊണ്ട് അവൻ പിന്തിരിഞ്ഞു. ആ പിന്തിരിയുന്ന അവൻ തന്നെ എന്തായതിലേക്ക് അവനതിനെ കേൾക്കാത്തതുപോലെ, അവൻ്റെ രണ്ട് കർണങ്ങളിലും ബധിരതയുള്ളതുപോലെ ആ നിലയ്ക്ക്. അവിസാനിയ അല്ലെങ്കിൽ എന്താണ്, അവിസാനിയ അല്ലെങ്കിൽ രണ്ടാമത്തെ ഹാൽ എന്താണെന്ന് നോക്കണം. ബയാനിൽ ഊല, ഒന്നാമത്തെ ഹാലിൻ്റെ ബയാനാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ കല്ലം ഇസ്മ എന്നുള്ള ആ ജുംല ഏതിൻ്റെ ഹാല് തന്നെ, വല്ല എന്നുള്ള മുസ്തത്തറായ ലമീർ എന്നുള്ള ഹാല് തന്നെ. എന്നാൽ കന്ന ഫിയുദ്നി വക്കറ എന്നുള്ള രണ്ടാമത്തെ ജുംല ഈ കല്ലം യസ്മാഹ എന്നുള്ള ബദലാണ് എന്ന് വെക്കാം. ഫബഷിരുഹു, അതുകൊണ്ട് അങ്ങ് അവനെ അറിയിക്കണം, അലിംഹു അങ്ങ് അവരെ അറിയിക്കണം, ബി അദാബിൻ അലീം വേദനാജനകമായ ശിക്ഷയെ സംബന്ധിച്ച് അറിയിക്കണം. അപ്പം ബിഷാറത്തില്ല, ബിഷാറത്ത് വെച്ചാൽ സുവിശേഷം, സന്തോഷ വർത്തമാനം അറിയിക്കാന്നാണല്ലോ. അപ്പോൾ ഒരു കളിയാക്കുന്ന സൂചകമായിട്ടാണ് ബഷറ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് ഇവിടെ. അലീം അല്ല, വേദനാജനകമായ ശിക്ഷ. വേദനക്ക് തന്നെ എന്താണ് വേദന ജനകം. ഈ മുഅ്ലിമ് രണ്ട് തഫ്സീറും കൊടുക്കാറുണ്ട്. വേദന ഉണ്ടാക്കുന്ന ശിക്ഷ എന്ന് മുഅ്ലിമ, ആ ശിക്ഷക്ക് തന്നെ വേദന വരുന്നുണ്ട്, അങ്ങനെ ആവുമ്പോൾ മുഅ്ലിമ് എന്ന് വായിക്കണം. ദിക്റുൽ ബഷാറത്തി തഹക്കും വേണ്ടോ, ഇവിടെ ബഷാറത്തിനെ പറയൽ അല്ലേ, ബഷാറത്തല്ല ബിഷാറത്താണ്. ബഷാറത്ത് പ്രസന്നതയല്ലേ. ബിഷാറത്തിനെ പറയൽ, അങ്ങനെയാണ് തോന്നുന്നത്. ബിഷാറത്തിനെ പറയൽ തഹക്കും ബിഹി, അവനെ പരിഹസിക്കലാണ്. കാരണം ബിഷാറത്ത് പറയാ എന്ത് സന്തോഷിക്കാനുള്ളത്, ഇവനാകെ വേദനാജനകമായ ശിക്ഷയല്ല, അപ്പോൾ അതൊരു പരിഹാസമാണ് എന്ന് അവനെ പരിഹസിക്കലാണ്. വഹുവൻ നളറുബിൻ ഹാരിസ്, ഇവിടെ പറയപ്പെട്ട വ്യക്തി ആരാണ്, അത് നളറുബിൻ ഹാരിസാണ്. കാനയത്തിൽ ഹിയറ എന്ന പ്രദേശത്തിൽ അയാൾ വരുമായിരുന്നു. എത്തച്ചിറു, അവനെന്താണ് കച്ചവടം ചെയ്യുന്നവനായിട്ട്, അപ്പോൾ കച്ചവടക്കാരനായിട്ട് അവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വിൽക്കും. എന്നിട്ട് ഫയസ്തരി കുത്തുബ കുറേ വിറ്റിട്ട് പൈസ ഒക്കെ ആവുമല്ലോ. അങ്ങനെ ഫയസ്തരി കുത്തുബ അഖ്ബാരിൽ ആജിം അല്ലെ, അജമികളായ ആളുകളുണ്ടല്ലോ, അനറബികളുടെ വർത്തമാനങ്ങൾ അടങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ കഥകൾ ഉൾക്കൊള്ളുന്ന കിതാബുകളെ അവൻ വാങ്ങുകയും ചെയ്യുമായിരുന്നു. അപ്പം യസ്തരി ഓക്കെ. എന്നിട്ട് യുഹദ്ദിസു ബിഹ അഹ്ല മക്ക, ആ സംഗതികൾ അതിലുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അഹ്ല മക്കക്കാർക്ക്. വയഖൂലു, എന്നിട്ട് പറയും, ഇന്ന മുഹമ്മദ് യുഹദ്ദിസുക്കും അഹാദീസ ആദിൻ വ സമൂദ, മുഹമ്മദ് ഉണ്ടല്ലോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ആദിൻ്റെയും സമൂദിൻ്റെ ഒക്കെ കഥകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അന ഉഹദ്ദിസു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു അഹാദീസ ഫാരിസ വറൂം, പേർഷ്യക്കാരുടെയും അതുപോലെ തന്നെ റോമക്കാരുടെയൊക്കെ കഥകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇവരാണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ അധികാരികൾ, ലോകം ഭരിക്കുന്ന വലിയ വലിയ അവരുടെ വർത്താനം എൻ്റെ നിന്ന് കിട്ടുന്നത്, മുഹമ്മദിൽ നിന്ന് കിട്ടുന്ന പണ്ടപ്പോഴേ കഴിഞ്ഞു പോയ വിഭാഗത്തിൻ്റെ ഒക്കെയാണ്. അങ്ങനെ ഫയസ്തംലഹു അല്ലെ ഇസ്തഫ് അല്ലെ ഇസ്തഫിൽ ഫയസ്തംലിഹൂന ഹദീസഹു. ഇപ്പം മിൽഹ് എന്ന് വെച്ചാൽ ഉപ്പാണ്. ഉപ്പിനൊരു അല്ലെ കറി രസകരമാണെങ്കിൽ സ്വാദുള്ളതാണെങ്കിൽ മിൽഹുമാണ്. അതുപോലെ തന്നെ എന്ത് പറയും, മലീഹായ സംസാരം എന്ന് പറയും, നല്ല രസമുള്ള സംസാരം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇസ്തംലഹ എന്ന് വെച്ചാൽ രസമുള്ളതായി അനുഭവപ്പെടുക എന്നർത്ഥം. അങ്ങനെ ഫയസ്തംലിഹൂന ഹദീസഹു. ഇതൊക്കെ ആകുമ്പോൾ ഈ ആളുകൾ, ഈ മക്കാർക്ക് ഇവൻ്റെ സംസാരം നന്നേ പിടിച്ചു, നല്ല രസകരമായിട്ട് അവർക്ക് തോന്നിയെന്ന്. അങ്ങനെ വയത്തിറക്കൂന അവർ ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ പേരിൽ അൽ ഖുർആൻ, ഖുർആൻ കേൾക്കല, ഇവൻ്റെ ഈ നദറുബിൻ ഹാരിത്തിൻ്റെ വർത്തമാനം കേട്ടിരിക്കും. ഇന്നല്ലദീന, അതാണ് ലഹ്വൽ ഹദീസിനൊക്കെ പറ്റി പറയുന്നത് അല്ലേ. ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വസിച്ച ആളുകൾ, അമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച ആളുകളും, ലഹും അവർക്കുണ്ട്, ജന്നാത്തുൻ നഈം, സ്വർഗീയ അല്ലെ സുഖത്തിൻ്റെ ആരാമങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഖാലിദീന ഫീഹ, അവർ അവിടെ ശാശ്വതരായ നിലയ്ക്ക്, അവർ തന്നെ അവിടെ ശാശ്വതരായ നിലയ്ക്ക്. അത് ഖാലിദീന ഫീഹ എന്ന് പറഞ്ഞല്ലോ, അത് ഹാലും മുഖദ്ദറാണ്. ഹാലും മുഖദ്ദറത്തായ ഹാലാണ്. അതായത് മുഖദ്ദറൻ ഹുലൂദുഹും, അവരവിടെ ഖാലിദീന തന്നെയാണ് എന്നല്ല, മറിച്ച് എന്താണ് ഖാലിദീന അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എല്ലാ എപ്പോഴും അങ്ങനെ തന്നെയാണെന്നുള്ളത് അപ്പം നിലവിലുള്ള ഹാലല്ലല്ലോ. അപ്പോൾ അവിടെ എന്താണ് ഖാലിദീന അങ്ങനെ ഹാലാക്കുക, അതായത് ഐ മുഖദ്ദറൻ ഹുലൂദുഹും ഫിഹ, അവരുടെ ശാശ്വതീയതയെ സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. മുഖദ്ദറൻ സങ്കല്പിക്കപ്പെട്ടതായ നിലയ്ക്ക്, ഹുലൂദുഹും അവരുടെ ശാശ്വതീയതയെ ഫിഹ, ആ സ്വർഗീയ ആരാമങ്ങളിൽ. മനസ്സിലായല്ലോ. അപ്പോൾ അത് മുഖദ്ദറത്തായ ഹാൽ എന്നാണ് ഇതിനെപ്പറ്റി പറയാം. എപ്പോഴാണ് ഇദാ ദഖലൂഹ, അവരവിടെ പ്രവേശിച്ചാൽ. പ്രവേശിക്കുമ്പോഴുള്ളവരെന്താവുള്ളൂ, ഖാലിദീങ്ങളാവുള്ളൂ. ഇപ്പോൾ അവിടെ അവർ അങ്ങനെ ഇല്ലല്ലോ. വഅദല്ലാഹി ഹഖ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അല്ലെ സത്യമാണ്. എങ്ങനെ വെച്ചെന്ന് വെച്ചാൽ അഥവാ വഅദഹുമുല്ലാഹു ദാലിക, അള്ളാഹു അവർക്കതിനെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വഹക്കഹു ഹക്ക, അള്ളാഹു അതിനൊരു സത്യമാക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു അങ്ങനെ തന്നെ ആക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ശരിക്ക് തർക്കീബ്. വാദല്ല എന്നുള്ളത് ഒരു ഫീലിൻ്റെ പകരം വന്നാണ്. അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഹക്ക എന്നുള്ളത് അതൊരു ഫീലിൻ്റെ പകരം വന്നാണ്. അള്ളാഹു അതിനെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. വഹുവൽ അസീസു, അവൻ പ്രതാപിയാണ്. അല്ലത് എങ്ങനെയുള്ള പ്രതാപി, ലാ യഗ്ലിബുഹു ഷൈഉൻ, ഒന്നും അവനെ അതിജയിക്കുകയില്ല. ഫയംനഉഹു, എന്നിട്ട് ഒന്നും അവൻ എന്തും ചെയ്യില്ല, അതിജയിക്കുകയില്ല, ഒന്നും അവനെ തടയുകയും ചെയ്യുകയില്ല. മിൻ ഇൻജാസി വഅദിഹി വവഈദിഹി, അള്ളാഹുവിൻ്റെ വാഗ്ദാനവും അവൻ്റെ മുന്നറിയിപ്പും ഒക്കെ, അവൻ്റെ താക്കീതും ഒക്കെ നടപ്പാക്കുന്നതിനെ തൊട്ട് അള്ളാഹുവിനെ ആ ഒരു വസ്തു അതിജയിക്കുകയും തടയുകയും ഒന്നും ചെയ്യില്ല. അൽ ഹക്കീം, യുക്തിബദ്ധനും അത്രയവൻ. അല്ലത് ലാ യളഉ ഷൈഅൻ ഇല്ലാ ഫി മഹലി, ഒരു സാധനത്തിനെയും അതിൻ്റെ മഹലിൽ അവൻ എന്ത് ചെയ്യൂല, അതിൻ്റെ മഹലിൽ അല്ലാതെ വെക്കുകയില്ല എന്നതാണ്. എല്ലാം കൃത്യമായിട്ട് ചെയ്യാന്നർത്ഥം. അതാണ് ഹക്കീം. ഖലഖസ് സമാവാതി, വാനങ്ങളെ ആകാശങ്ങളെ അവൻ സൃഷ്ടിച്ചു. ബിഗൈരി അമദിൻ, തൂണുകൾ കൂടാതെ. തറൗനഹ, നിങ്ങളതിനെ കാണുന്നു, അങ്ങനെയുള്ള തൂണുകൾ, അവ കാണാൻ കഴിയാത്ത തൂണുകൾ എന്നർത്ഥം. അങ്ങനെയാണ് നേരിട്ട് അങ്ങനെ കിട്ടും. നോക്കാം. ഐൽ അമദ് അഥവാ തറൗനഹ എന്ന് പറഞ്ഞില്ലേ, തറൗനഹ എന്നുള്ളതിൻ്റെ ലമീർ അമദിലേക്കാണ് പോവാന്നാണ് മുഫസ്സിർ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് മനസ്സിലായി, തറൗനഹ എന്നുള്ളതിലുള്ള തറൗനഹ എന്നുള്ളത് അമദിൻ്റെ സിഫത്താണ്, അഥവാ ജുംലയാണ്, ജുംല സിഫത്തായിട്ട് വന്നതാണ് എന്ന്. കാരണം തറൗനഹ എന്നതിൻ്റെ ലമീർ മടങ്ങുന്നത് അമദിലേക്കാണ് എന്ന് ഇവിടെ മുഫസ്സിർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കാം അമദിൻ്റെ സിഫത്താണ് തറൗനഹ എന്നുള്ളത്. ജമു ഇമാദ്, ഇമാദിൻ്റെ ജമാണ്. ഇമാദ് എന്ന് വെച്ചാൽ വഹുലുസ്തുവാണ്, തൂണാണ്. ഓക്കെ. അപ്പോൾ തൂണുകളില്ലാതെ ആകാശങ്ങളെ അവൻ പടച്ചു അല്ലേ, അതേ പടിക്കതിപ്പോൾ നിൽക്കുന്നുണ്ട് അല്ലേ. ഈ ഉമുദ് എന്നും ലുഗത്തുണ്ടല്ലോ. കാരണം ഫി അമദിൻ മുമദ്ദദാനുള്ള ഖിറാഅത്തിൽ ഫി ഉമുദിൻ മുമദ്ദദ എന്നും ആർക്ക് ഹംസത്തൊക്കെ ഉണ്ട്. ഹംസത്തുൽ എന്താ പറയുക, ഹംസത്തുൽ കൂഫി. അപ്പോൾ അവിടെ ഉമുദ് പലർക്കും ഉണ്ടെന്ന് ഖിറാഅത്ത്. ഉമുദിൻ ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല, ഇവിടെ അമദേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ, കാണുന്നില്ല വേറെ. നമ്മുടെ മറ്റേ ഹുമസ സൂറത്ത്, നീട്ടപ്പെട്ട തൂണുകൾ എന്ന അർത്ഥത്തിൽ.
ഇനി വഹു ഈ ഒരു പ്രയോഗം സാദിഖിന് യോജിക്കുന്നതാണ് ബി അന്നഹു ലാ ആമത അസ്ല, തീരെ തൂണുകൾ അല്ലെ, അസ്ലൻ തീരെ തൂണുകളേ ഇല്ല എന്നതിനോട് ഇതെന്താവുന്നുണ്ട്, യോജിക്കുന്നുണ്ട് എന്ന്. അപ്പൊ കാണാൻ പറ്റുന്ന തൂണില്ല എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് സാധ്യതകളുണ്ടോ, ഒന്നുകിൽ തീരെ തൂണില്ല എന്നർത്ഥം, അല്ലെങ്കിൽ തൂണുണ്ട് പക്ഷെ കാണാൻ പറ്റാത്ത തൂണുകളാണ്, അങ്ങനെ രണ്ടർത്ഥം. അപ്പോൾ ഇവിടൊപ്പം പറഞ്ഞിരിക്കുന്നത് മറ്റേനോട് യോജിക്കുന്നുണ്ട്, തൂണ് തീരെ ഇല്ല എന്ന് വെക്കാം, അങ്ങനെ ഒരു അല്ല അതിനൊരു സാധ്യതയുണ്ട്. അല്ല കാണാൻ പറ്റാത്ത തൂണ്, അതിനും നല്ലൊരു സാധ്യതയുണ്ട്. കാരണം എന്തോ ഒരു നിയന്ത്രണം ഉണ്ടാവാം, നമുക്ക് കാണാൻ കഴിയാത്തതായിരിക്കും, അള്ളാഹു ആലം. അൽക്കാഫിൽ അറളി, എന്നിട്ട് അവൻ ഭൂമിയിൽ ഇട്ടു, റവാസിയ, റാസിദ് നിയമാണ് റവാസി, ജിബാല മുർത്തഫിയ, ഉയർന്ന പർവ്വതങ്ങളിൽ നിന്ന്, ഉയരമുള്ള കൊടുമുടികൾ, അല്ലെങ്കിൽ പർവ്വതങ്ങൾ. അള്ളാഹു കൊടുമുടി വേണ്ട അല്ലെ, പർവ്വതം മതിയാവും. പർവ്വതങ്ങളെ അവൻ സെറ്റാക്കിയെന്നാണ് ഭൂമിയിൽ. എന്തിനാണ്? അൻ തമീദ ബിക്കും എന്ന് വെച്ചാൽ അല്ലാ തമീദ, അൻ തമീദ ബിക്കും എന്ന് വെച്ചാൽ ഭൂമി നിങ്ങളെ തൊട്ട് നീങ്ങി പോകുന്നതെന്ന് വെച്ചാൽ നീങ്ങി പോവാതിരിക്കാനാണ് അതിൻ്റെ ഉദ്ദേശം. നമുക്ക് മനസ്സിലാവും ആയത് ഫുള്ള് ഇങ്ങനെ അൻ തമീദ പറയുമ്പോൾ തന്നെ. അപ്പോൾ വ്യക്തമാക്കാണ് മുഫസ്സിർ ലാമിട്ടിട്ട്, ലായിട്ടിട്ട്, ലാമല്ല ലായിട്ടിട്ട്, അല്ലാ തമീദ, തമീദ എന്ന് വെച്ചാൽ മാതേമീൻ, തതഹറക ബിക്കും, ഈ ഭൂമി ചലിക്കാതിരിക്കാൻ നിങ്ങളെയും കൊണ്ട്. അപ്പം നിങ്ങളെയും വഹിച്ചിട്ട് ഭൂമിക്ക് ഇളക്കവും ഒന്നും തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത്. അതായത് ഭൂമി അല്ലെ, ജിബാലിന് ഔത്താദായിട്ടല്ലേ, ആണിക്കുറ്റികൾക്ക് സമാനമായിട്ടാണ് അള്ളാഹു പഠിച്ചിട്ടുള്ളത്. വബസ്സ ഫീഹ, എന്നിട്ട് അള്ളാഹു ഈ ഭൂമിയിൽ പരത്തി, മിൻ കുല്ലി ദാബ, എല്ലാ ഇനം ജീവജാലങ്ങളെയും പല സ്ഥലത്തും അള്ളാഹു വിന്യസിച്ചു. വ അൻസൽന, നാം ഇറക്കി അല്ലെ. അപ്പൊ ഈ വ അൻസൽന ഫീഹി, ആ ഒരു പ്രയോഗത്തിലുണ്ട്, ഈ ഒരു പ്രയോഗത്തിലുണ്ട് ഫിൽ എന്ത്, ഇൽത്തിഫാത്തുൻ അനിൽ ഗൈബത്തി, ഗൈബത്തിനെ തൊട്ട് തിരിയുക എന്നൊരു സംഗതി ഇവിടെ വരുന്നത്. കാരണം ഇത്ര നേരം അവൻ അവൻ അല്ലെ, വാൽക്ക അവൻ സ്ഥാപിച്ചു ഭൂമിയിൽ ഉയരമുള്ള പർവ്വതങ്ങളെ, അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് അഞ്ചലിനെ നാം ഇറക്കുക. അപ്പൊ അവൻ അവൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ അല്ലെ, അതാണ് ഇൽത്തിഫാത്ത് അല്ല ഗൈബത്ത്. ഗൈബത്തിനെ തൊട്ട് തക്കല്ലുമിലേക്കുള്ളൊരു ഇൽത്തിഫാത്ത് ഇവിടെ ഉണ്ട്, തിരിയലുണ്ട്. അള്ളാഹു പറയാണ്, ഞാൻ ഇറക്കി മിനസ്സമാ, ഈ ആകാശത്ത് നിന്നും ഒരു വെള്ളം, ഒരു മഹനീയമായ വെള്ളം അല്ലെ, പരിശുദ്ധമായ വെള്ളം. ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി, അങ്ങനെ നാം ആ ഭൂമിയിൽ മുളപ്പിച്ചു, മിൻ കുല്ലി സൗജിൻ കരീം, എല്ലാ ഉത്തമമായ ഇനങ്ങളിൽ നിന്നും അല്ലെ, ഇനങ്ങളിൽ നിന്നും നാം അവിടെ എന്ത് ചെയ്തു, മുളപ്പിക്കുകയും ചെയ്തു. ഇനം അല്ലെ, സൗജ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, സിൻഫ് ഇനം എന്നർത്ഥം. ഹസൻ അല്ലെ, കരീം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഹസൻ എന്നും. സൗജ് എന്ന് വെച്ചാൽ സിൻഫ്, നല്ല നല്ല അല്ലെ, ക്വാളിഫൈഡ്, നല്ല ക്വാളിറ്റിയുള്ള പല തരത്തിലുള്ള ഇനം ചെടികളും അള്ളാഹു അങ്ങനെ ഭൂമിയിൽ പടച്ചു. ഹാദാ ഖൽഖുല്ലാഹി, ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അല്ലെ. ഖൽഖ് എന്ന് വെച്ചാൽ സൃഷ്ടിപ്പ് എന്നാണ് ശരിക്കും അർത്ഥം, മസ്തറാണ്. പക്ഷെ മസ്തർ മഫ്ഊലിന് മാനക്കാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഐ മഖ്ലൂഖു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന്. ഫഅറൂനി, അത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. അഖ്ബിറൂൻ, നിങ്ങൾ എനിക്ക് അറിയിച്ചതാ, യാ അഹ്ല മക്ക, മക്കാരെ നിങ്ങൾ നിഷേധികളല്ലേ, നിങ്ങൾ എനിക്കൊന്ന് അറിയിച്ച. മാതാ ഹലക്കല്ലതി മിൻ ദൂനി, മാതാ ഒന്ന്, ഹലക്കല്ലദീന ഒരു കൂട്ടർ സൃഷ്ടിച്ച ഒന്ന്, മിൻ ദൂനി അള്ളാഹുവിനെ കൂടാതെയുള്ള ഒരു കൂട്ടർ. അള്ളാഹിനെ കൂടാതെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളൊക്കെ അള്ളാഹിനെ കൂടാതെ, ഇവിടെ ഉദ്ദേശിക്കുന്ന അതല്ല, അള്ളാഹുവിനെ ആരാധിക്കേണ്ടതിന് പുറമെ അല്ലെങ്കിൽ അത് കൂടാതെ നിങ്ങൾ മറ്റു പലതിനെ ആരാധിച്ചിരുന്നില്ല, അതാണ് മിന്ദൂനി, അള്ളാഹുവിനെ കൂടാതെ ഉള്ള പല ആളുകളുണ്ടല്ലോ എന്ന്. അതായത് നിങ്ങൾ ആരാധിക്കാൻ നിങ്ങളുടെ ആരാധനാമൂർത്തികൾ, അവർ സൃഷ്ടിച്ച എന്താ ഉള്ളത്, നിങ്ങൾ എനിക്ക് കാണിച്ചു തരും എന്ന് നിമിതങ്ങൾ അവരോട് ചോദിക്കാൻ വേണ്ടി പറയാണ്. അല്ല, അള്ളാഹു പറയാണ്, അറിവ് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ച. ധ്വനി എന്ന് വെച്ചാൽ ഗൈറഹു ഓല ഗൈരിഹി, ഐ ആലിഹത്തുക്കും ഉണ്ടോ, ഇവിടെ കൃത്യം കൊടുത്തു. നിങ്ങളുടെ ആരാധ്യന്മാർ, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ആരാധ്യന്മാരായ ആളുകൾ എന്തിനു സൃഷ്ടിച്ചു, ഹത്ത അശ്റക്തുമൂഹ ബിഹി തആല, എന്തിന്, ഹത്ത അതുകൊണ്ടല്ലേ, അല്ല ഹത്ത അശ്റക്തുമൂ, അങ്ങനെയാണല്ലോ നിങ്ങൾ ശിർക്ക് വെച്ചത്, അവകളെ പങ്കുചേർത്തത്, ബിഹി താല അള്ളാഹു താലയോട്. അപ്പൊ അള്ളാഹു താലയോട് അവകളെ പങ്കുചേർത്തു. അങ്ങനെയുള്ള ഈ നിങ്ങളുടെ ആ ആരാധനാമൂർത്തികളെ സൃഷ്ടിച്ചത് എന്താണെന്ന് നിങ്ങളൊന്ന് എനിക്ക് കാണിച്ചതാ. അവിടുത്തെ മാ എന്നുള്ളത് ഇസ്തിഫാം ഇൻകാറിന്റെ ഇസ്തിഫാമാണ്, കാണിച്ചു തരാൻ കഴിയില്ല എന്നർത്ഥം. അവിടുത്തതാണ്ടല്ലോ മാതാ ഖലഖല്ലദി, അതാന്നുള്ളത് ബിമാന അല്ലദിയുടെ അർത്ഥത്തിലാണ്, അതാന്ന് അല്ലദിയുടെ അർത്ഥത്തിലാണ്. മാ എന്താണ്, അങ്ങനെ വെക്കണം. യാതൊന്ന്
ഖലക്ക ഒന്നിനെ സൃഷ്ടിച്ചു, ഖലഖഹു എന്നാണ് കളയപ്പെട്ടത്. അല്ലദീന ഒരു കൂട്ടർ. അപ്പോൾ ഒരു കൂട്ടർ ആ യാതൊന്നിനെ സൃഷ്ടിച്ചു. അങ്ങനെയുള്ള ആ യാതൊന്ന് എന്താണ്? അപ്പോൾ അതാന്നുള്ളത് വിമാന അല്ലതിയുടെ അർത്ഥത്തിലാണ് എന്ന്. ബിസിലത്തിഹി അതിൻ്റെ സിലയോട് കൂടിയാവുമ്പോൾ അത് ഖബറുഹു ആ മായുടെ ഖബറായിരിക്കും. മാ എന്നുള്ളത് ഇസ്തിഫാമിൻ്റെ ഇസ് അല്ല ഇസ്തിഫാമിൻ്റെ ഇസ്മല്ലേ? അതിൻ്റെ പുറമെ അത് മുബത്തതാണ്. അപ്പം മുബത്തതാകുമ്പോൾ സ്വാഭാവിക ഇസ്തിഫാമിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഖബർ ഉണ്ടാവും. അപ്പം റാ എന്ന മൗസൂലും ഖലക എന്ന അതിൻ്റെ സിലയും ചേർന്നിട്ടുള്ളതാണ് ഏത്? ഖബറുഹു ആ മാ എന്ന മുബത്തതിൻ്റെ ഖബർ. മനസ്സിലായില്ല? പിന്നെ ഇവിടെ പറയാനുള്ളത് അപ്പോൾ മിസ്ലുമാത ബാദ മസ്തിഫാമിൻ ഔമൻ ഇദാ ലം തുൽഗ ഫിൽ കലാമി എന്ന അൽഫിയുടെ ബൈത്തുണ്ട് മൗസൂലിനാണ്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇനി അറൂനി, അവിടെ അറൂനി എന്ന് പറഞ്ഞല്ലോ, അത് മുഅല്ലഖുൻ അനിൽ അമലി ലഫ്ളൻ. ലഫ്ളിൽ അമലിനെ തൊട്ട് മുഅല്ലഖ് ബന്ധിപ്പിക്കപ്പെടുന്നതാണ്. ലഫ്ളിൽ അമലിനെ തൊട്ട് അറൂനി എന്ന പദം ഉണ്ടല്ലോ, അറൂനി അല്ലെ, ഫാറൂനി മാതാ ഖലഖല്ലദീന മിൻ ദൂനി എന്ന അറൂനി എന്ന പദം മുഅല്ലഖുൻ ബന്ധിപ്പിക്കപ്പെട്ടതാണ്. അനിൽ അമൽ അല്ല, താലീക്ക് മുഅല്ലഖ് ബന്ധിപ്പിക്കപ്പെട്ടതല്ല, അത് മുത്താലിക്ക് ബന്ധിക്കപ്പെട്ടതെന്ന് പറയും. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ അമല് മുടക്കാക്കപ്പെട്ടതാണ്. താലീക്ക് ഇൽഖ എന്നൊക്കെ ഉണ്ടല്ലോ, അമല് അതായത് മഹലിൽ അമൽ ഉണ്ടാവുമായിരിക്കും, ലഫ്ദിൽ അമൽ മുടക്കപ്പെട്ടതാണ്. അതാ പറഞ്ഞത്. അനിൽ അമല് അമലിനെ തൊട്ട് മുടക്കപ്പെട്ടാണ് ലഫ്ദിൽ. അപ്പോൾ അറൂനി എനിക്കൊന്ന് കാണിച്ചതാ. അപ്പോൾ നമുക്ക് സംശയം വരും, അറൂനി എനിക്കൊന്ന് കാണിച്ചതാ, എനിക്കൊന്ന് അറിയിച്ചതാന്നാണെങ്കിൽ അവിടെ 2 മഫൂലും കൂടെ ഉണ്ടാവും. 3 മഫൂൽ ടോട്ടൽ വരും അല്ലേ? എന്ന് മറ്റേ വാലിമ എന്നുള്ള ബാബിലുണ്ടല്ലോ, അല്ല അറാവലമ എന്നുള്ള ബാബിലുണ്ടല്ലോ. അതായത് അങ്ങനെ ആ അർത്ഥം കൊടുക്കാണ്. ഇവിടെ 2 മഫൂലും കൂടെ വരേണ്ടതുണ്ട്. അല്ലെ സാധാരണ കാണിക്കുക എന്നുള്ള അർത്ഥമാണെങ്കിൽ അവിടെ 1 മഫൂലും കൂടെ വരേണ്ടത്. എന്തായാലും അറൂനി എന്ന് പറയുമ്പോൾ 1 മഫൂൽ അവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കി മഫൂൽ എവിടെ പോയി അതാ പറയുന്നത്. അപ്പോൾ അവിടെ 2 മഫൂല് വേണം. ഇത് അറാന്നുള്ള ഏതർത്ഥത്തിലാണ്? 3 മഫൂല് വിട്ട് കിടക്കുന്ന അറിയിക്കുക എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ, അതായത് അഫ്ആലുൽ കൽബ്, ആ അർത്ഥത്തിലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ അറൂനി എന്നുള്ളത് അമല് മുടക്കാക്കപ്പെട്ടു, അമലിനെ തൊട്ട് മുടക്കാക്കപ്പെട്ടു, അത്ര വെച്ചാൽ മതി. അമലിനെ തൊട്ട് മുടക്കാക്കപ്പെട്ടു ലഫ്ളിൽ, അപ്പോൾ മഹലിൽ ഉണ്ടാവും. അപ്പോൾ ലഫ്ളിൽ മുടക്കാക്കപ്പെടുകയും ഒമാ ബഅദഹു ആ അറൂനി എന്നതിന് ശേഷമുള്ള ഒന്ന് സദ്ദ മസദൽ മഫ്ഊലൈനി 2 മഫൂലിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു എന്ന്. 2 മഫൂലിന്റെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്തു. അപ്പോൾ അറൂനിയുടെ 2-ാം മഫൂല് 3-ാം മഫൂല് എവിടെയെന്ന് ചോദിച്ചാൽ മാതാ ഖലഖല്ലദീന മിൻ ദൂനി എന്നുള്ളതിൽ മഹലിൽ അമൽ ചെയ്തിട്ടുണ്ട് അറൂൻ എന്നുള്ളത്. കാരണം അങ്ങനെയാണല്ലോ, എനിക്ക് കാണിച്ചു തരാ, അല്ല എനിക്ക് അറിയിച്ചേ ഇതാണ് എന്ന് എനിക്ക് അറിയിച്ചു എന്നാണ് സ്വാഭാവികമായിട്ടും പറയേണ്ടത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. മാതാ ഖലഖല്ലദീന മിൻ ദൂനി എനിക്ക് അറിയിച്ചതാ എന്നാണ്. അപ്പോൾ ആ 2 മഫൂലിന്റെ സ്ഥാനത്ത് വരുന്നുണ്ട്. ബൽ അവിടുത്തെ ഈ ബലില്ലേ, ബലിമുൻ അവിടുത്തെ ബൽ ലിൽ ഇന്തിക്കാലിന് വേണ്ടിയാണ്. അപ്പം ഇറാബിയായ ബല്ല് 2 അർത്ഥത്തിലും വരും. ഇന്തിക്കാലിയായ അർത്ഥത്തിലും ഇബുത്താലിയായ അർത്ഥത്തിലും. ഇബുത്താലി എന്ന് പറഞ്ഞാൽ മുമ്പുള്ള ഒരു ബാധയാക്കുക, ഇങ്ങനെയല്ല ഇങ്ങനെയാണ്. ഇന്തിക്കാൽ എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയാണ്, അതിന് പുറമെ ഇങ്ങനെയും കൂടെയാണ് എന്ന്. അതാണ് ഇന്തിക്കാൽ. അപ്പം തന്നെയുമല്ല എന്നർത്ഥം വെക്കാം. മറ്റേ അങ്ങനെയല്ല എന്നല്ല എന്നൊക്കെ അർത്ഥം. ഇവിടെ ഇപ്പോൾ തന്നെയുമല്ല, വലിദ്ദാലിമൂന ഫി ളലാലി മുബീൻ അക്രമികൾ വ്യക്തമായ മാർഗഭ്രംശനത്തിൽ തന്നെയാണ്. ബയ്യനായ ബീഷറാക്കി അവർ പങ്കുവച്ചതിനാൽ അൻതും മിൻഹും നിങ്ങളോ അവരിൽപ്പെട്ടവരാണ് താനും. വലഖദ് ആതൈന സത്യമായിട്ടും നാം നൽകിയിട്ടുണ്ട് ലുക്മാൻ റളിയല്ലാഹു അൻഹു. ലുക്മാൻ പ്രവാചകനാണോ വലിയ ആണോ? പ്രവാചകനല്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. ഷാബി, ഇക്രിമ തുടങ്ങിയ ആളുകളാണ് അദ്ദേഹം പ്രവാചകനാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പേരെന്താ, സാറാനോ എന്തോ ആണ്, അങ്ങനെയാണ്. എന്തായാലും അദ്ദേഹത്തിന് നാം നൽകിയിട്ടുണ്ട് എന്തിന് അല്ലെ ഹിക്മത്തിന് 70ഓളം അർത്ഥങ്ങളൊക്കെ ഉണ്ട് എന്നാണ് നമുക്ക് ഉസ്താദ് പറഞ്ഞത്. ഹിക്മത്തിന് പരിഭാഷപ്പെടുത്തുന്ന ഹിക്മ എന്ന് തന്നെ പറയുക. ഇവിടെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ സാരോപദേശങ്ങളാണ് എന്നൊക്കെ തഫ്സീറിനെ വെളിച്ചത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മകന് കൊടുത്ത ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആ ഹിക്മത്തിൽ പെടുന്നതാണ്. അദ്ദേഹത്തിന് എത്രയാണ് ഒരു 12,000-ൻ്റെ കണക്കൊക്കെ പറയുന്നുണ്ട് മകന് കൊടുത്ത ഉപദേശങ്ങളോ മറ്റുമൊക്കെ ആയിട്ട്. അല്ലാഹു അഅലം ബിസ്സവാബ്.
മിൻഹ അതിൽപ്പെട്ടതാണ് അൽ ഇൽമു വദ്ദിയാന അല്ലേ, ഇൽമ് അറിവ്, വദ്ദിയാന എന്ന് വെച്ചാൽ മതപരമായ സംഗതികൾ, വൽ ഇസാബ ശരി, ഫിൽ കൗലി കൗലിലുള്ള ശരി, അതായത് സംസാരത്തിൽ ശരിയായത് പറയുക, അതുപോലെ തന്നെ നല്ല മതനിഷ്ഠ, പിന്നെ അറിവ്, അതൊക്കെ ഈ ഹിക്മത്തിൻ്റെ കൂടുതൽ പെട്ടതാണ്. വ ഹിക്കമുഹു ഹിക്മത്തിൻ്റെ ജന്മ ഈ ഹിക്മത്ത് എന്നുള്ളതാണ് ഒരു ഹിക്കം ഇസ്മുൻ ഇസ്മു ജിൻസി അല്ല ജംഇ ആണല്ലോ. ഇസ്മുൻ ജംഇ എന്നൊക്കെ പറയും. ഇസ്മു ജിൻസിൻ ജംഇയുൻ എന്ന് പറയും. അതായത് താ ഒഴിവാക്കിയാൽ പിന്നെന്തായി, അത് ജംആയി. അപ്പം വഹിക്കമുഹു അദ്ദേഹത്തിൻ്റെ ഹിക്മത്തുകൾ കസീറത്തുൻ ഒരുപാടുണ്ട്, സുഹൃത്ത് ഉദ്ധരിക്കപ്പെടുന്ന ഒരുപാടെണ്ണം ഉണ്ട്. കാന യുഫ്തി കബല ബിഇസത്തി ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ നിയോഗത്തിന് മുമ്പേ അദ്ദേഹം ആളുകൾക്ക് മതവിധി നൽകാറുണ്ടായിരുന്നു. വ അതിറക ബിഇസത്തഹു ദാവൂദ് നബിയുടെ ആ ഒരു പ്രബോധന കാലത്തെ നിയോഗിക്കപ്പെട്ട കാലത്തെയും ഇദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. അഥവാ ഇദ്ദേഹം അക്കാലത്തും ഇവിടെ ഉണ്ടായിരുന്നു ലുക്മാൻ റളിയല്ലാഹു അൻഹു. വ അഖദ അൻഹുൽ ഇൽമ പിന്നെ പ്രവാചകനാണല്ലോ ദാവൂദ് നബി അലൈഹി സ്വലാം. അപ്പം ദാവൂദ് നബിയിൽ നിന്നും അദ്ദേഹം വിദ്യ പഠിച്ചെടുത്തു. വ തറക്കൽ ഫുത്തിയ എന്നിട്ട് എന്തായി, ഫത്വ കൊടുക്കുന്ന ഉപേക്ഷിച്ചു. ഫുത്തിയ എന്നാണ് അതിൻ്റെ ഇസ്മുസ്തറാണ്. ഇഫ്തായിൻ്റെ മറ്റൊരു അർത്ഥത്തിലുള്ള മറ്റൊരു പദമാണ് ഫുത്തിയ. ഫുത്തിയനെ ഒഴിവാക്കി. വഖാല ഫീ ദാലിക ആ വിഷയത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു, ലുക്മാൻ അല അക്തഫി ഇതാ കഫീത്തു അല്ലേ, അല ഇക്തഫ ഇക്തഫി എന്ന് വെച്ചാൽ മതിയാവുക അല്ലേ, അല അക്തഫി ഞാൻ മതിയാക്കണ്ടേ, ഇതാ കുഫീത്തു എനിക്ക് മതിയാക്കപ്പെട്ടാൽ ഞാൻ മതിയാക്കേണ്ടേന്ന്. അപ്പം എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, ഇനിയിപ്പം ഞാനിങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നങ്ങാണ്ട്. അല അക്തഫി ഇതാ കുഫീത്തു എന്നായിരിക്കും, വേറെ എന്തെങ്കിലും വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. വക്കീല ലഹു അദ്ദേഹത്തോട് പറയപ്പെട്ടു, അയ്യുനാസി ഷറു ജനങ്ങളിലെ ഏറ്റവും ഉപദ്രവകാരി ആരാണ്. ഖാല അദ്ദേഹം പറഞ്ഞു, അല്ലദി ലാ യുബാലി പരിഗണിക്കാത്തൊരുത്തനാണ് എന്ന്. ഇൻ റആഹു അവനെ കണ്ടാൽ അന്നാസു ജനങ്ങൾ മുസിയൻ അവൻ തിന്മ ചെയ്യുന്നതായിട്ട്. ഇപ്പം ഞാൻ നിങ്ങൾ തിന്മ ചെയ്യുന്നത് ആളുകൾ കാണുമ്പോഴും ഞാനതൊന്നും ഗൗനിക്കുകയില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാനെങ്കിൽ അള്ളാഹു കാക്കട്ടെ, ഞാനാണ് ഷെറുൻ ആസ് ജനങ്ങളിലെ ഏറ്റവും മോശം ആൾ. അതാണ് അദ്ദേഹം മറുപടി കൊടുത്തത്. അപ്പം ലുക്മാന് നാം ഹിക്മത്തിനെ നൽകി. അപ്പം ബയാൻ ചെയ്യാണ്, അനിഷ്കുർലില്ല അതിൽ പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. എന്ന് വെച്ചാൽ ഐ വകുൽന ലി അൻ നാം അദ്ദേഹത്തോട് പറഞ്ഞു, വകുൽന നാം പറഞ്ഞു, ലി അൻ എന്തിന്, ലി അൻ അഷ്കുർ ലീ എന്ന് പറഞ്ഞു. അൻ മുഫസറത്തായ അന്നാണ്, അതായത് പറഞ്ഞു എന്തിനു പറഞ്ഞു, ഉഷ്കുർലി എന്ന് പറഞ്ഞു, എനിക്കെന്ത് ചെയ്യണം, നന്ദി ചെയ്യണം. അലാമ അയത്വാക്ക മിനൽ ഹിക്മ അലാമ ഒന്നിൻ്റെ പേരിൽ, അയത്വാക്ക നാം നൽകി നിനക്ക്, ഹൂ എന്നുള്ളത് കളഞ്ഞാണ്, ആ ഒന്നിനെ നൽകി. ആ ഒന്ന് എന്തിനാണ്, മിനൽ ഹിക്മത്ത് ഹിക്മത്തില്ല, നിനക്ക് പലതരത്തിലുള്ള ഹിക്മത്ത് നാം നൽകിയില്ല, അതിൻ്റെ പേരിൽ നീ അള്ളാഹുവിന് എന്ത് ചെയ്യണം, നന്ദി ചെയ്യണം. വമൻ യഷ്കുർ ആരെങ്കിലും അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന പക്ഷം ഫ ഇന്നമാ യഷ്കുർ ലിംസ്തി അവന് തന്നെയാണ് നന്ദി ചെയ്യുന്നതെന്ന്. അതിൻ്റെ കാരണം അല്ലെ അന്ന സവാബ ശുക്രിഹി ലഹു അല്ലെ അന്ന സവാബ ശുക്രിഹി കാരണം അവൻ്റെ ശുക്രിൻ്റെ പ്രതിഫലം ലഹു അവന് തന്നെയാണ്. അതായത് എനിക്ക് അള്ളാഹുവിന് നന്മ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ ആ ശുക്രിൻ്റെയും കൂലി ആർക്ക് തന്നെ കിട്ടുക, എനിക്ക് തന്നെ കിട്ടുകയെന്ന്. ഒമൻ കഫറ നിയമത്ത് ആരെങ്കിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നിഷേധിച്ചാൽ ഫ ഇന്നല്ലാഹു ഗനിയ്യുൻ അൻ ഖൽഖിഹി അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യം തീർന്നവനാണ് തൻ്റെ സൃഷ്ടികളെ തൊട്ട്. അള്ളാഹുവിന് തൻ്റെ സൃഷ്ടിയുടെ ആവശ്യം വല്ലതും ഉണ്ടോ? ആര് നിഷേധിച്ചാൽ അള്ളാഹ്ക്ക് ഒരു ഛേദവുമില്ല. ഹമീദുൻ സ്തുത്യർഹനുമാണ് അള്ളാഹു. മഹമൂദുൻ ഫി സുന്നുഹി അവൻ്റെ നിർമ്മാണത്തിൽ പ്രവർത്തനത്തിൽ അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനാണ്. വദ്കുർ അങ്ങ് ഓർക്കണം നബി, ഇത് ഖാല ലുഖ്മാൻ ലിബ്നിഹി ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം, വഹുവ യഇദുഹു ഏതൊരു സ്ഥിതിയിൽ, അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിക്കുന്ന സ്ഥിതിയിൽ. എന്താ ഉപദേശം, യാ ബുനയ്യ ഓ കുഞ്ഞുമോനെ, തസ്ഖീറാണ് അല്ലേ, എന്താണ് ഇബിനിൻ്റെ തസ്ഖീറാണ് ബുനയ്യ എന്നുള്ളത്. ഇബിൻ എന്നുള്ളതിന് കളയുന്നു അല്ലേ, ഏത് ഹംസയെ കളഞ്ഞിട്ട് ബുനയ്യ എന്നാക്കുന്നതാണ്. ബുനൈ അല്ലേ ഫുഐൽ വസ്ന് ബുന ബനവൂന്നല്ലേ, ഈ ബനവുൻ എന്നാണ് ഒറിജിനൽ. ഇബിൻ എന്നുള്ളത് ബനവുൻ എന്നല്ല വരിക. എന്നിട്ട് ബുനൗയ്യുൻ അല്ല ബുനയ്യും ബുൻ, അപ്പം ബുനയ്യും എന്നുള്ള ബുനയ്യ് എന്നാണ്. അപ്പം അതെന്തിനാണ്,
തസ്ഗീറുൻ അല്ല, തസ്ഗീറു ഇഷ്ഫാഖിൻ, ഇഷ്ഫാഖിൻ്റെ തസ്ഗീറാണ്. അതായത് വാത്സല്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെറുതാക്കിയുള്ള പറയാം, കുഞ്ഞു മോനെ എന്നർത്ഥം. ലാ തുശ്രിക് ബില്ലാ, നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കല്ലേ. ഇന്ന ഷിർക്ക ബില്ലാഹി, നിശ്ചയം അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്നുള്ളത് ല ദുൽമുൻ വലിയ അക്രമമാണ്. അങ്ങനെ ഫറജ ഇലൈഹി, ആ മോൻ തൻ്റെ പിതാവിലേക്ക് മടങ്ങി, അഥവാ പിതാവിൻ്റെ ദീനിലേക്ക് പിതാവിലേക്ക് മടങ്ങുകയും പിതാവ് പറഞ്ഞതിലേക്ക് മടങ്ങുകയും അസ്ലം മുസ്ലിമാവുകയും ചെയ്തു. അപ്പോൾ ഈ ലുക്കുമാൻ റളിയല്ലാഹുവിൻ്റെ ഭാര്യയും മകനൊക്കെ കാഫറായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു നീരസമുണ്ടായിരുന്നു, ഈ വിഷയത്തിൽ വലിയ വിഷാദമായിരുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് വേണ്ടി രണ്ടാളുകളെ മുസ്ലിങ്ങളാക്കുകയും അദ്ദേഹം നന്നായി അതോടുകൂടി ആ വിഷം മാറുകയും ചെയ്തു. പിന്നെ മകനെ ഉപദേശിക്കുകയും താമസിയാതെ മകൻ മരണപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇനി വവസ്സൈനൽ ഇൻസാന, നാം മനുഷ്യന് ഉപദേശിച്ചു. അപ്പോൾ ഇതൊരു മുഅ്തരിലായ ജുംലയാണ് കേട്ടോ. ശേഷം ലുക്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുക്കുന്ന സാരോപദേശത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം ലുക്മാൻ റളിയല്ലാഹു അൻഹു രണ്ട് സംസാരങ്ങളുടെ ഇടയിൽ എന്തിനു കൊണ്ടുവന്നു എന്ന് വെച്ചാൽ, ഇത് മൊത്തത്തിൽ എല്ലാവർക്കും ആവശ്യമായ ഒരു ഉപദേശമാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ്, ഖുർആനിൽ പല സ്ഥലങ്ങളിലായിട്ട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ആ മനുഷ്യനെ ഉപദേശിച്ചു ബിവാലിദൈഹി, മാതാപിതാക്കളെ കൊണ്ട് എന്ന് വെച്ചാൽ അമർനാഹു ഐ യബുറഹു ഐ ബറ ബരീറ അല്ലെ, യബറ ബരീറ ഫൈല സമിയ യസ്മോ ഹുസനാണ്. അപ്പം യബറഹുമ എന്നർത്ഥം, അങ്ങനെ വായിക്കണം. നാം അവനോട് കൽപ്പിച്ചു അയ്യബറഹുമ, അവൻ തൻ്റെ രണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ. എങ്ങനത്തെയാണ്, അതിന് കാരണം പറയണം. ഹമലത്തുഹു ഉമ്മുഹു, അവൻ്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. എന്നിട്ട് വഹനത്ത് വഹിനൻ അലാ വഹിൻ ഐ ലഅഫത്ത് ലിൽ ഹംലി. വഹന എന്ന് വെച്ചാൽ ക്ഷീണിക്കുകയാണ്, അതാണ് വഹനത്ത് വഹനാലാവൻ. ക്ഷീണത്തിൻ്റെ മേൽ ക്ഷീണം സഹിച്ചു, അല്ലെങ്കിൽ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം സഹിച്ചു, അതാണ് പറഞ്ഞത്. ഐ വഹനയുടെ അർത്ഥം അതായത് ഇവിടെ ഖുർആനിൽ എന്തേ ഉള്ളൂ, വഹനത്തൊന്നും ഇല്ല. പിന്നെന്താ ഉള്ളൂ, വഹിനൻ അല വഹിന എന്ന നിലയ്ക്ക് എന്ന് വെച്ചാൽ വഹനത്ത് വഹിനൻ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ക്ഷീണം ബാധിച്ചു, ഓൾറെഡി ഉള്ള ഒരു ക്ഷീണത്തിനേക്കാൾ അല്ലെ, ഓൾറെഡി ഒരു പ്രയാസം, അതിൻ്റെ മേലെ ഒന്നും കൂടെ പ്രയാസം എന്നർത്ഥം. അപ്പം ലഅഫത്ത് ലിൽ ഹംലി വലഅഫത്ത് ലിത്തൽഖി, ആദ്യത്തെ പ്രയാസം എന്തായിരിക്കും അപ്പോൾ ഗർഭം ചുമന്നത്, പിന്നെ അതിനെ പ്രസവിച്ച രണ്ടാമത്തെ. അപ്പം പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അല്ലെങ്കിൽ ദൗർബല്യത്തിൻ്റെ മേൽ ദൗർബല്യത്തെയൊക്കെ സഹിച്ചിട്ടാണ് എന്ന്. ഈ ലഅഫത്ത് ലിൽ ഹംലി, ഒന്നിയും എന്താകും, ഓരോ മനുഷ്യനെയും ഗർഭം ചുമന്നതിൻ്റെ പേരിൽ ദുർബലയാകുന്നു. പിന്നെ വലഅഫത്ത് ലിത്തൽഖി, പിന്നെ പ്രസവിച്ചതിൻ്റെ പേരിൽ വീണ്ടും ഒരു പ്രയാസവും അല്ലെ. വലഅഫത്ത് ലിൽ വിലാദ അല്ലെ, ത്വൽക്കും വിലാദത്തിൻ്റെ ഒക്കെ പ്രയാസം ഉണ്ടാകും. ത്വൽക്ക് എന്ന് വെച്ചാൽ പ്രസവിക്കൽ തന്നെയാണ്, വിലാദത്ത് ജന്മം നൽകൽ തന്നെയാണ്. ഇനി വഫിസാലുഹു ഫി ആമൈനി, പിന്നെ എന്തും അതിൻ്റെ ഓരോ കാരണങ്ങൾ പറയാണ്. ഉമ്മ എന്ത് ചെയ്യുന്നത്, അവനെ നിർത്തുന്നത്, മുലവിട് നിർത്തുന്നതിന് ഫിസാൽ എന്നാണ്. അതാണ് ഫിതാമുഹു, വേർപിരിക്കുക. ഫിസാൽ എന്ന് വെച്ചാൽ ഫസ്ലിയ, വേർപിരിക്കുക. അഥവാ ഈ ഫിതാമുഹു, മുലവിട് നിർത്തുന്നു. ഫി ആമൈനി, 2 കൊല്ലത്തിലായിട്ട് അല്ലേ. 2 കൊല്ലത്തിലായിട്ടെന്ന് വെച്ചാൽ 2 കൊല്ലത്തിലായിട്ട് എന്ന് പറയുമ്പോൾ 2 കൊല്ലം എന്ത് ചെയ്യുന്നു, മുല കൊടുക്കുന്നു. അപ്പം 3 പ്രയാസങ്ങൾ ഉമ്മ സഹിച്ചിട്ടാണ് ഓരോ മനുഷ്യനെയും പോറ്റുന്നത്. അപ്പം അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ബി വാലിദൈ വസ്സൈനൽ ഇൻസാന ബി വാലിദൈ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാൻ വേണ്ടി നാം മനുഷ്യനെ വസിയത്ത് ചെയ്തത്. അപ്പോൾ കുൽനാ ലഹു, നാം മനുഷ്യനോട് പറയുകയും ചെയ്തു അനിഷ്കുർ ലീ. അപ്പം മാതാപിതാക്കൾ ആദ്യം പറഞ്ഞത് അതിൻ്റെ പ്രാധാന്യം ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ്. അതിലേറെ പ്രാധാന്യമുള്ളതാണ് അള്ളാഹുവിന് അല്ലേ ശുക്ർ ഉണ്ടാവുക എന്നുള്ളത്. അനിഷ്കുർ ലീ, എന്നിട്ട് പിന്നെ മാതാപിതാക്കളുടെ കാര്യം പറയാണ്. അനിഷ്കുർലി, അപ്പം മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യലും ഒരു ഇബാദത്തിൻ്റെ ഭാഗമാണ്. അനിഷ്കുർലി, എനിക്ക് നന്ദി ചെയ്യണമെന്നും. വലി വാലിദൈക, നിൻ്റെ 2 മാതാപിതാക്കൾക്കും. ഇലയ്യൽ മസീർ, എന്നിലേക്ക് തന്നെയാണ് മടക്കം, എന്നിലേക്കേ ഉള്ളൂ മടക്കം. അതിൽ മറിച്ചു, മടക്കം എന്നിലേക്കേ ഉള്ളൂ എന്നുള്ള പറയാണ്. വൈൻ ജാഹദാക്ക, ഇനി നേരെ തിരിച്ച് മാതാപിതാക്കൾ മോശക്കാരാണ്. അവരെന്ത് ചെയ്തു, നിന്നെ നിർബന്ധിച്ചു. ജാഹദാക്ക അല്ല, നിന്നെ നിർബന്ധിച്ചു. അലാ അൻ തുശ്രിക ബി, എന്നോട് പങ്ക് ചേർക്കാൻ. ഒന്നിന് ലൈസ ഇല്ല, ലക്ക നിനക്ക്, ബിഹി ആ ഒന്നിനെ സംബന്ധിച്ച് ഒരു അറിവുമില്ല. എന്തോ സാധനം അതിനെ ആരാധിക്കണം, അള്ളാനെ മാത്രം ആരാധിക്കല്ലാണ്ട് അല്ല, അള്ളാനെ ആരാധിക്കണ്ട, വേറെന്തോ ഒന്നിനെ ആരാധിക്കണം എന്ന് മാതാപിതാക്കൾ നിന്നെ നിർബന്ധിക്കുന്ന പക്ഷം അല്ലെ, മുവാഫഖത്തിൽ വാക്കീനോട് യോജിച്ചിട്ടാണ് പറയുന്നത്.
വാക്കിനോട് യോജിച്ചിട്ടെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടാവാം. അല്ല, മുവാഫഖത്തുൽ വാക്കി എന്ന് പറയുമ്പോൾ ഈ മാതാപിതാക്കൾ പറയുന്നതെല്ലാം കേൾക്കേണ്ടതേ, അല്ലേ? മാതാപിതാക്കൾ പറയുന്നതെല്ലാം കേൾക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതായത് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവരെല്ലാം അനുസരിക്കണം എന്നൊക്കെ അർത്ഥം വരുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുമ്പോഴോ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുമ്പോഴോ അതാണ് മുവാഫഖത്തുൽ വാക്കി. വാക്കിനോട് മുവാഫഖത്തായിട്ട് വന്നതാണ്. അപ്പം വാക്കിനോട് യോജിച്ച് എന്തോ ഒരു സംഭവത്തോട് യോജിച്ചിട്ട് വരുമ്പോൾ അവിടെ എന്തില്ല, മഫ്ഹൂമ് മുഖാലഫ വരില്ല എന്നാണ്. അങ്ങനെയല്ല, മുവാഫഖത്തുൽ വാക്കി എന്ന് വെച്ചാൽ വാക്ക് യാഥാർത്ഥ്യത്തോട് യോജിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അള്ളാഹുവിനോട് പങ്കു ചേർക്കപ്പെടുന്ന ഏതൊരു സംഗതി എന്താണ്, മാലൈസലക ബിഹിയിൽമായിരിക്കും, അല്ലെങ്കിൽ മാലൈസ ലഹു ബിഹിയിൽമായിരിക്കും. അതിനെ സംബന്ധിച്ച് ഈ ആരാധിക്കുന്ന ആൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു സംഗതി ഇല്ല. അള്ളാഹ് അല്ലാതെ ആരാധിക്കപ്പെടാൻ പറ്റിയ ഒരു സംഗതി ഇല്ല. അപ്പം എന്താണ് മാലൈസലക ബിഹി ഇൽമു പറയുമ്പോൾ അതേ ഉള്ളൂ, വാക്കിനോട് യോജിച്ചിട്ടുള്ള, അതായത് അള്ളാഹുവിനോട് എന്തിനെ പങ്കു ചേർത്താലും അതൊന്നും ഒറിജിനലായ ഇലാഹല്ല എന്ന്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യാഥാർത്ഥ്യത്തോട് യോജിച്ചിട്ട് പറഞ്ഞാണ്. അപ്പോൾ യാഥാർത്ഥ്യത്തോട് യോജിച്ച് പറയുമ്പോൾ മാലൈസലക്ക ബിഹി ഇൽമല്ലാത്ത മാലക്ക ബിഹി ഇൽമാണെങ്കിലോ, മാലൈസലക്ക ബിഹി ഇൽമല്ല, മറിച്ച് മാലക്ക ബിഹി ഇൽമ, നിനക്ക് അതിനെ സംബന്ധിച്ച് അറിവുണ്ട്, അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിലോ, അതായത് ഒറിജിനൽ ആരാധനക്ക് അർഹനായ ഒന്നും മറ്റൊന്നുണ്ട്, അങ്ങനെയുള്ള ഒന്നിനെയാണ് അള്ളാഹുവിനോട് പങ്കുചേർക്കാൻ വേണ്ടി മാതാപിതാക്കൾ പറഞ്ഞതോ എന്നൊരു ചോദ്യം ചോദിക്കാൻ പറ്റൂല. കാരണം എന്താണ്, ഇത് വാക്കിനോട് ചോദിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. മനസ്സിലായല്ലോ? ഫലാ തുതിഉഹുമാ, അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യരുത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാതാപിതാക്കൾ ഈ വിധത്തിൽ തിന്മക്ക് പ്രേരിപ്പിക്കുകയാണെങ്കിൽ, നിർബന്ധം ചെലുത്തുകയാണെങ്കിൽ അവരെ അനുസരിക്കരുത്. വസാഹിബുഹുമാ, എന്നാൽ എന്ത് ചെയ്യും വേണം, നീ അവരോട് വർത്തിക്കണം. ദുനിയാവിൽ മഅറൂഫായിട്ട് വർദ്ധിക്കണം എന്ന് വെച്ചാൽ ഐ ബിൽ മഅറൂഫ് കൊണ്ട്, നന്മ കൊണ്ട്, അഥവാ അൽ ബിരി വസ്സില, നന്മ ചെയ്യുക, അതുപോലെ സില, അവരിലേക്ക് ബന്ധം ചേർക്കുക, അവരെ പോയി സന്ദർശിക്കുക, മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് അവരെ നീ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ അവരോട് വർത്തിക്കുകയും വേണം. പക്ഷെ അവർ പറഞ്ഞ ഈ തെറ്റിന് അംഗീകരിക്കാനും പോകണ്ട. ഒത്തബി സബീല തരീഖ, സബീല എന്ന് വെച്ചാൽ തരീഖ മൻ അനാബ, അല്ലേ? അനാബ എന്ന് വെച്ചാൽ റജ ഇലയ്യ, അല്ലേ? റജ മടങ്ങി, എന്നിലേക്ക് മടങ്ങി ഒരാളുടെ വഴിയെ നീ പിൻപറ്റുകയും ചെയ്യുക. ബിത്വാഅത്തി, വഴിപ്പെട്ടുകൊണ്ട്. അപ്പോൾ എന്നെ വഴിപ്പെട്ട് ജീവിച്ച ആളുടെ മാർഗത്തിൽ നീ പിൻപറ്റുക. സുമ്മ ഇലയ്യ മർജിയക്കും, പിന്നെ എന്നിലേക്ക് മാത്രമാണ് നിങ്ങളുടെ മടക്കം. ഫൗനബിയക്കും, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് ബിമാ താമര, നിങ്ങൾ എന്തൊക്കെയായിരുന്നു ചെയ്തിരുന്നു എന്ന്. ഫൗജാസിക്ക്, എന്നിട്ട് നിങ്ങൾക്ക് പ്രതിഫലം നൽകുക അലിഹ, നിങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ. ജുംലത്തുൽ വസിയ, ഈ വസിയത്തിൻ്റെ ജുംല ഉണ്ട്, വസൈനൽ ഇൻസാന ബിവാലിദിഹി എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങിയ ആ സംസാരം. അതും അതിൻ്റെ ശേഷമുള്ള ആയത്ത് ഏതാണ്? വൈൻ ജാഹദാക്ക എന്നുള്ളത്. അതൊക്കെ ഈത്തിറാളാണ് എന്ന്, അഥവാ മുഅ്തദിലായ ജുംലയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ലുക്മാൻ റളിയല്ലാഹു അൻഹു രണ്ട് സംസാരത്തിന് ഇടയിൽ വന്ന ഒന്നാണ്. യാ ബുനയ്യ, ഇനി പറയണം, വീണ്ടും തുടരുകയാണ്. ലുക്മാൻ റളിയല്ലാഹു അൻഹു, ഓ പൊന്നുമോനെ, ഇന്നഹ, അതെന്ന് വെച്ചാൽ അയൽ ഹസലത്തു സയ്യ, ആ മോശം കാര്യം ഉണ്ടല്ലോ, ഇൻ തക്കു, അതായാൽ, ആ മോശം കാര്യം, സയ്യത്തായ ആ കാര്യം, ഇൻ തക്കു, അതായാൽ, മിസ്കാല ഹബ്ബത്തിൻ, അല്ലെ? മിസ്കാല ഹബ്ബത്ത് ഒരു ധാന്യമണിയുടെ സമാനമായ മിസ്കാൽ, വെയിറ്റ്, ഭാരം. ധാന്യമണിക്ക് അത്രയും തുച്ഛമായ വെയിറ്റേ ഉള്ളൂ, അല്ലെ? മിൻ ഹർദൽ, ധാന്യമണി, എന്തിൻ്റെ ധാന്യമണി? കടുകിൻ്റെ. മിൻ ഹർദൽ, ഹർദൽ എന്നുള്ള, അഥവാ കടുകിൻ്റെ ധാന്യമണി അത്രയും തുച്ഛമായൊരു മോശം പ്രവൃത്തി ഉള്ളൂ എങ്കിൽ തന്നെ, ഫതക്കും ഫി സഹ്റത്തിൻ, അപ്പം നീ എന്തായിരിക്കും, എവിടെയായിരിക്കും? ഒരു സഹറത്തിലായിരിക്കും. സഹറത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഭൂമിയുടെ ഉള്ളിലുള്ള അകക്കാമ്പ് ആണ് ഫി സഹറത്ത് എന്നുകൊണ്ടുള്ള ഉദ്ദേശം. ശരിക്കും ഈ സഹറത്തിന് പാറക്കല്ല് എന്നൊക്കെ വെക്കും. അപ്പോൾ ഇത് ഭൂമിയിലുള്ള പാറക്കല്ലല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അത്തുഫല്ലേ, അത്തുഫ് മുഹായിരത്തിനെ തേടും. അപ്പോൾ ഭൂമിക്കുള്ളിലോ, ഭൂമിയുടെ പുറത്തല്ല, ഭൂമിക്കുള്ളിലുള്ള ഏതോ ഒരു ഭാഗം, ഭൂമിയുടെ അന്തർഭാഗത്ത്. അതുപോലെ തന്നെ, അല്ലെങ്കിൽ നീ എന്താണ്, എവിടെയാണ്? ഫിസമാവാത്തി, ആകാശങ്ങളിലോ, അല്ലെങ്കിൽ അവിൽ ഭൂമിയിലോ ഒക്കെയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എവിടെ ആയിക്കോട്ടെ, ഐ ഫി അഹ്ഫാ മക്കാനിൻ മിന്താലിക്, പറഞ്ഞ, അല്ലെ, മിന്താലിക് എന്ന് ഞാൻ പറയപ്പെട്ടതെന്നുള്ള ഏറ്റവും അഹ്ഫായ, അല്ലെ, ഏറ്റവും രഹസ്യമായ ഒരു സ്ഥലത്തിലാണെങ്കിൽ പോലും, അല്ലെ, നീ എന്തോ ഒരു സംഗതി നിന്നിൽ നിന്നുണ്ടായി, വളരെ ചെറിയൊരു തെറ്റാണ്,
അങ്ങനെയാണെങ്കിൽ തിബി അള്ളാഹു അതുമായിട്ട് വരുന്നു. എന്നിട്ട് ഫയുഹാ സിബു അലിഹ, അള്ളാഹു അതിൻ്റെ പേരിൽ വിചാരണ ചെയ്യുന്നതാണ്. അതൊക്കെ സൂക്ഷിക്കണം എന്ന് മോനെ ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലത്തീഫുൻ ബിസ്തിഖ്റാജിഹ, അതിനെ പുറപ്പെടുവിക്കുക, അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലേ, ചുരുളഴിക്കുക. ആ ചുരുളഴിക്കുന്നത് കൊണ്ട് ലത്തീഫാണെന്ന്, വളരെ കൃത്യതയുള്ളവനാണ്. ലത്തീഫാണെന്ന് പറഞ്ഞാൽ വളരെ ഈ വിഷയത്തിൽ കണിശത ഉണ്ടാവുന്നു, അത് കൃത്യമായിട്ട് അവന് കണ്ടറിയാൻ കഴിയുന്ന അർത്ഥം ലത്തീഫ്. പിന്നെ ഖബീറും ബിമക്കാനിഹ, സൂക്ഷ്മജ്ഞാനമുള്ള ആൾ, ബിമക്കാനി, അത് എവിടെയാണ് എന്നുള്ളത്, എവിടെ വെച്ചാണ് ചെയ്തത്, എപ്പോഴാണ് ചെയ്തതെന്നൊക്കെ. യാ ബുനിയ, പൊന്നുമോനെ, അഖിമിസ്സലാത്ത, നീ നിസ്കാരത്തെ നിലനിർത്തുക, അതിൻ്റെതായ റുക്കിന്, ഷർത്ത്, ആദാബൊക്കെ പാലിച്ചിട്ട്. വഅ്മുർ ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക. വൻഹാനിൽ മുങ്കർ, തിന്മയെ തൊട്ട് നിരോധിക്കുക. വസ്ബിർ, നീ ക്ഷമിക്കുക. അലാമാസാവക, നിനക്ക് വന്നു ഭവിച്ച എന്തെങ്കിലും ഒരു വിപത്തിൻ്റെ പേരിൽ നീ എന്ത് ചെയ്യുക, ക്ഷമിച്ച് കഴിയുക. ബി സബബിൽ അംരി വന്നഹി, എന്തുകൊണ്ട്, അംറിൻ്റെയും നെഹിയുടെയും കാരണത്താൽ. അംറിൻ്റെ നെഹി എന്ന് വെച്ചാൽ ജനങ്ങളെ നന്മ ഉപദേശിച്ച് തിന്മയെ തൊട്ട് നിരോധിച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ നിനക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ ക്ഷമിക്കുക. ഇന്ന ദാലിക്കൽ മദ്കൂറ, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മിൻ അസ്മിൽ ഉമൂർ, കാര്യങ്ങളിൽ നിന്നും ദൃഢതയുള്ള സംഗതികൾപ്പെട്ടതാണ്. ദൃഢ മനസ്സോടുകൂടി ചെയ്യേണ്ട സംഗതികളാണ് എന്ന്. അതായത് മഅസൂമാതുഹ, അതായത് മഅസൂമായ, അല്ലെ, ഉറപ്പിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എന്നർത്ഥം. അപ്പോൾ അസ്മു എന്നുള്ളത് സിഫത്താണ്, ആ സിഫത്തിന് മൗസൂലിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. അപ്പോൾ അസ്മു മസ്തറാണെങ്കിലും അതിന് ഇസ്മഫൂലായിട്ട് ചെയ്യണം. അപ്പം മഅസൂമായ കാര്യങ്ങൾ പെട്ടതാണെന്ന്, ഉറപ്പിക്കപ്പെടേണ്ട, മനസ്സിൽ എന്താണ്, തീർച്ചപ്പെടുത്തേണ്ട സംഗതി. അല്ലെങ്കിൽ അങ്ങനെയുള്ള യുസമു അലിഹ, അതിൻ്റെ മേലെ അസ്മു ഉണ്ടാവേണ്ടതാണ്, ഒരു ദൃഢനിശ്ചയം ഉണ്ടാവേണ്ടതാണ്. ലി വുജൂബ്, ഈ അംറും ബിൽ മഅറൂഫ് നഹ്യിൻ അനിൽ മുൻകറൊക്കെ നിർബന്ധമായത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഷമീം ഒക്കെ നിർബന്ധമാണ്. വലാ തുസഇർ, സഅറ എന്ന് വെച്ചാൽ ശരിക്കും സഅർ എന്ന് വെച്ചാൽ ഈ ഒട്ടകത്തിനൊക്കെ ഒരു ബാധിക്കുന്ന, കഴുത്തിൽ ബാധിക്കുന്ന രോഗമാണ്. അത് ബാധിച്ചാൽ ഒട്ടകം അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ അതിൽ നിന്ന് വന്നാണ് അഹങ്കാരം എന്ന അർത്ഥത്തിൽ ഈ സഅറ എന്ന് പറയും. അപ്പം അഹങ്കാരത്തോടു കൂടി മുഖം തിരിക്കുക എന്നൊക്കെ അർത്ഥം. അതാണ് പറഞ്ഞത് വലാ തുസഇർ. അഫീ ഖിറാഅത്തിൻ തുസാഇർ എന്നും മറ്റൊരു ഖിറാഅത്തിലുണ്ട്. വലാ തുസഇർ ഖദ്ദക, നിന്റെ കവളിനെ, നിന്റെ മുഖത്തെ നീ അഹങ്കാരത്തോടു കൂടി തിരിക്കരുത്, ഇല്ല ജനങ്ങളിലേക്ക്. ലാ തമിൽ വജ്ഹക, അതിനർത്ഥം ലാ തുമിൽ അമാലയുമീലു, നീ തിരിക്കരുത്. ലാ തുമിൽ വജ്ഹക, നിന്റെ മുഖത്തെ അൻഹും, അവരെ തൊട്ട്. തക്കബുറ, ജനങ്ങളിലേക്ക്, ജനങ്ങളെ തൊട്ട് അഹങ്കാരത്തിൻ്റെ ഒരു തിരിഞ്ഞു കളയുക, അതാണ്. അപ്പം തക്കബുർ കാരണത്ത് അഹങ്കാരത്തെക്കാൾ ജനങ്ങളിൽ നിന്നും നിന്റെ മുഖത്ത് നീ തിരിച്ചു കളയരുത്. വലാ തംശി, നീ നടക്കരുത്, ഫിൽ അർളി, ഭൂമിയിൽ, മറഹായിട്ട്, അഥവാ ഹയല, അഹങ്കാരമായിട്ട്, അല്ലേ, അഹങ്കരിച്ച് നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു, അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഇഷ്ടപ്പെടുന്നില്ല, കുല്ല മുഖ്താലിൻ, ഒരു മുഖ്താലിനെയും, എല്ലാ മുഖ്താലിനെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന അർത്ഥം അവിടെ വന്നു പോകും ചിലപ്പം. അതായത് നഫീയുടെ അദാത്ത് മുമ്പേ വരികയും പിന്നെ കുല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ ചില ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്, അങ്ങനെ ഒരു സംഗതി അവിടെ മഫ്ഹൂം ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ തൂഫലൊക്കെ ആ വിഷയം അങ്ങനെ ഏതോ എനിക്ക് അതിൻ്റെ ഭാഗത്തിലാണ് കൊടുക്കുന്നുണ്ട്. അതായത് എന്താ പറയുന്നത്, സൽബുൽ ഉമുമും ഉമുമു സൽബും നമ്മൾ ഇൽമുൽ മാനിയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, പോട്ടെ. അപ്പോൾ ഇവിടെ ഇപ്പം ചിലർ ഇപ്പം ഉമൂമിനെ സൽബ് ചെയ്യുന്ന സംഗതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഉമൂമ് അഥവാ കുല്ല് ശേഷം വരികയും മുമ്പ് നഫീയുടെ അദാത്ത് വരികയും ചെയ്തു. അപ്പോൾ ഉമൂമു സൽബ് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഉമൂമു സൽബ് അല്ല, സൽബുൽ ഉമൂം വരുന്നില്ല എന്നുള്ളതാണ്. ഒരാളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാമല്ലോ. ചില ആളുകൾ ഇഷ്ടപ്പെടും, അള്ളാഹു അങ്ങനെ ഇല്ല. മുഖ്താൽ, ആരാണ് മുഖ്താൽ എന്ന് വെച്ചാൽ തന്നെ എന്താണ്, മുത്ത ബഖ്തിരിൻ ഫി മഷീഹി, അതായത് ഈ അഹങ്കാരത്തോടു കൂടി നടക്കുന്ന ആൾ. അപ്പോൾ അഹങ്കാരം ഗാംഭീര്യത്തോടു കൂടി നടക്കുക എന്നർത്ഥം മുഖ്താലിൻ്റെ അർത്ഥം. ഫി മഷീ, നടത്തത്തിൽ അഹങ്കരിച്ച് നടക്കുന്ന ഒരാളെ അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല എന്നർത്ഥം. ഫഹൂർ അലന്നാസ്, ജനങ്ങളോട് പെരുമ കാണിക്കുക, അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കുന്ന, ഫഹർ കാണിക്കുക, പെരുമ കാണിക്കുന്ന ആൾ, അങ്ങനെ. ഫഹൂർ ഫഅൂൽ വസ്നാണ്, മുബാലഗത്ത് വരുമല്ലോ. പിന്നെ വഖസിദ് ഫി മഷിക, കസദ യഖസിദ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുക എന്നർത്ഥമുണ്ട്, മിതത്വം പാലിക്കുക എന്നർത്ഥം. നിന്റെ നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക, അഥവാ തവസ്സുത്തും ഫി ദബീബ് വൽ തവസ്സുത്തും അവിടെ ഇല്ല, കിതാബിലില്ല. തവസത്ത് ഫിഹി, നീ ഇതിൽ തവസുത്താവും, അതായത് മിതത്വം കാണിക്കുക എന്നർത്ഥം.
ഇഖ്സിദിൻ്റെ അർത്ഥം ഉദ്ദേശിക്കാമെന്നല്ല, മറിച്ച് മിതത്വം കാണിക്കാമെന്ന അർത്ഥം ആണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് മുഫ്സർ തവസ്സത്ത് എന്ന് കൊണ്ടുവന്ന അമ്ര ഫീലാണ് തവസ്സത്ത് ഫീഹി. എന്നിട്ട് ബൈന എന്നുണ്ടാകും, ഇവിടെ കിതാബിൽ കൊടുത്തിട്ടില്ല. ബൈന ദബീബി വൽ ഇസ്ര, ഈ രണ്ട് നടത്തത്തിനാണ്. ദബീബ് എന്ന് വെച്ചാൽ ദബ്ബ അല്ലെ, ഇഴയുക എന്നല്ലേ. അപ്പോൾ ഇഴയുക, അതായത് മെല്ലെ നടക്കുക, അതുപോലെ വൽ ഇസ്ര വേഗത്തിൽ നടക്കുക. ഇത് അല്ല, രണ്ടുമല്ല, രണ്ടും കാണിക്കരുത്. രണ്ടും അല്ലാത്ത കോലത്തിൽ മിതമായ രൂപത്തിൽ നടക്കുക എന്നുള്ളതാണ്. വേഗത്തിൽ നടക്കുന്ന നമ്മുടെ മുഅ്മിനിന്റെ ഗാംഭീര്യത്തെ ഇല്ലാതാക്കുന്നതാണ്. മെല്ലെ നടക്കുക എന്നുള്ള ഓവർ അഹങ്കാരമൊക്കെ, ഇങ്ങനെ ഒരു കാലിൽ വെയിറ്റ് കൊടുത്ത് അങ്ങനെ നടക്കുക, അത് രണ്ടും പാടില്ല. എന്നിട്ട് ഏതൊരു സ്ത്രീ വാലേക്ക് നിന്റെ മേൽ നിർബന്ധമാണെന്നോ, അല്ലെങ്കിൽ നിന്റെ മേൽ നിർബന്ധമാണ് താൻ എന്ത് അസക്കീനത്ത് വൽ വക്കാറു, ഒരു സക്കീനത്ത്, ശാന്തത, ശാന്തമായി. അതുപോലെ അതോടൊപ്പം എന്ത് വേണം, വൽ വക്കാർ, ഒരു ഗാംഭീര്യം വേണം. അപ്പം വക്കാർ നഷ്ടപ്പെടുത്തുന്ന സ്പീഡും സക്കീനത്ത് ഇല്ലാതാക്കുന്ന സ്പീഡൊന്നും ഉണ്ടാവരുത്. വഹ്ലുൽ, നീ എന്ത് ചെയ്യുക, വഹ്ലുൽ താഴ്ത്തുക എന്ന്, ഇഖ്ഫിൽ നീ താഴ്ത്തുക, മിൻ സൗതിക നിന്റെ ശബ്ദത്തെ, പിന്നുകൊണ്ട് വിട്ടുകിടക്കുന്നതാണ്. അപ്പോൾ നീ നിന്റെ ശബ്ദം താഴ്ത്തുക. ഇന്ന അൻകർ, അതിൻ്റെ കാരണം പറയണം. അൻകർ ലസാത്ത്, ശബ്ദങ്ങളിൽ ഏറ്റവും മോശം, അക്ബഹ അതിലേറ്റവും മോശം, ലസൗത്തുൽ ഹമീർ കഴുതയുടെ ശബ്ദം തന്നെയാണ്. എന്താണ്, അവലുഹു സഫീർ, അതിൻ്റെ തുടക്കം സഫീറും വാഹിറുഹു ഷഹീഖുമാണ് ഈ കഴുതയുടെ ശബ്ദത്തിൻ്റെ. അതായത് സഫീർ എന്ന് വെച്ചാൽ ഉച്ചത്തിലുള്ള ശബ്ദം. ഖുർആനിലുണ്ടല്ലോ ലഹും ഫിഹാ സഫീറും വ ഷഹീഖ് എന്നൊക്കെ ഉണ്ടല്ലോ, നരകക്കാരെ സംബന്ധിച്ച് പറയുന്നതാണ്. അപ്പോൾ സഫീർ എന്ന് വെച്ചാൽ വലിയ വായിൽ കത്തുക, പിന്നെ ഓ എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ, ശബ്ദം വളരെ കുറയും, അതാണ് ഷഹീഖ്. അപ്പോൾ ആ സ്വരം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, അരോചകത്വം തോന്നുന്ന സ്വരമാണ്. ആ രൂപം പറ്റൂല എന്ന് പറയാൻ. അപ്പം ശബ്ദം താഴ്ത്തുക എപ്പോഴും അങ്ങനെ. അലം തറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تروا أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة. അവിടെ റഅ, ഇവിടെ തറോ എന്നത് രണ്ട് മഫൂലുള്ള ഫീലാണ്, അഥവാ കൽബിൻ്റെ ഫീലാണ്. അഫുൽ കുലൂബ് എന്ന് പറയുന്ന ആ ഫീലാണ്. അതുകൊണ്ടാണ് താലമു എന്ന് കൊടുത്തിരിക്കുന്നത്. അലം തറോ എന്ന് വെച്ചാൽ അലം താലമു യാ മുഖാത്തബീൻ, ഓ അഭിസംബോധിതരായ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ. ഇവിടെ ഇപ്പോൾ അഭിസംബോധിതരായ ആളുകൾ ആരാണ്? ഈ സൂറത്തിൻ്റെ തുടക്ക ഭാഗത്തിൽ മുശ്രിക്കീങ്ങളോ അഭിസംബോധന ചെയ്താണ് ഖുർആൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ അഭിസംബോധിതരായ ആളുകളോട് പിന്നെയും പറയാണ്, ഇടയ്ക്ക് ലുഖ്മാനുൽ ഹക്കീമിൻ്റെയൊക്കെ ചരിത്രവും കാര്യങ്ങളും സംസാരമൊക്കെ കൊണ്ടുവന്നു. പിന്നെ വീണ്ടും അവരോട് അതിനെ അഭിസംബോധന ചെയ്തിട്ട് പറയാണ്, ഓ അഭിസംബോധിതരായ ആളുകളെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സഖർ ലക്കും നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ടെന്ന്, മാഫി സമാവാത്തി വൽ അർളി അല്ലെ, വാനഭൂവനങ്ങളിലുള്ളതിനെയൊക്കെയും. അപ്പം അന്നല്ലാഹ സഖറ എന്ന അന്നയും അതിൻ്റെ ഇസ്മും ഖബറും ഒക്കെ ചേർന്നത് രണ്ട് മഫൂലിൻ്റെ സ്ഥാനത്ത് ഇറങ്ങുന്നതാണ്. ആകാശത്തിലുള്ളതൊക്കെയും എന്ന് വെച്ചാൽ എന്തിനാൽ, പിന്നെ ശംസി സൂര്യനാൽ, വൽ കമരി ചന്ദ്രനാൽ, വൻ നുജൂമി നക്ഷത്രങ്ങളാൽ. അപ്പോൾ സൂര്യ ചന്ദ്ര നക്ഷത്രാദികളാൽ അള്ളാഹു അതിനെയൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുന്നതെന്ന് വെച്ചാൽ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന കോലം എന്നല്ല, മറിച്ച് നിങ്ങളുടേതായ രൂപത്തിലും നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രാപ്യമായ രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. തൻതഫിഉ ബിഹ. ആണ്ടോ, എങ്ങനെ കീഴ്പ്പെടുത്തിയെന്ന് വെച്ചാൽ എന്തിന്, നിലയ്ക്ക്, അതിപ്പോൾ ആയത്ത് പറയാണ് തൻതഫിഉ ബിഹ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരം എടുക്കാം. അപ്പോൾ ഉപകാരപ്പെടുന്നതായ രൂപത്തിൽ നിങ്ങൾക്ക് അള്ളാഹു കീഴ്പ്പെടുത്തുന്നുണ്ട്. അല്ലാതെ വേറെ ഉപദ്രവകരമായ രൂപത്തിൽ നിങ്ങൾക്ക് ഒരാളെ സൂര്യനെ എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംവിധാനിക്കുക എന്നല്ല, മറിച്ച് അതിൻ്റെ ഉപകാരം കിട്ടുന്ന കോലത്തിൽ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ മാഫിൽ അർദി, ഭൂമിയിലുള്ളതൊന്നും, ഭൂമിയിലുള്ള എന്തിനാണ്, പിന്നെ സിമാരി സമർജന്മ സിമാർ കായികനികളാൽ, വൽ അൻഹാരി പുഴകളാൽ, വദ്ദവാബി ജീവികളാൽ, മൃഗങ്ങളാൽ, അസ്ബഗ എന്ന് വെച്ചാൽ വലഖദാതീന ദാവൂദ മിന്ന ഫളല യാ ജിബാലു അവ്വിബി മഅഹു വത്തയ്റ വഅലന്നാ ലഹുൽ ഹദീദ്. പിന്നെന്താണ്, വസലനാ ലഹു അൽ ഖദ്റ വമിനൽ ജിന്നി, അവിടെയല്ല, വലഖദാതീന ദാവൂദ മിന്ന ഫളല യാ ജിബാലു അവ്വിബി മഅഹു വത്തയ്റ ലഹുൽ ഹദീദ് അനിഅമൽ സാബിഗാത്തിൻ. അവിടെ സാബിഗ എന്ന് വെച്ചാൽ പൂർത്തിയായ അല്ല പൂർണ്ണമായ, അതായത് തല മുതൽ കാല് വരെ പൂർണ്ണമായിട്ട് മൂടുന്ന മേലങ്കികളെ പറ്റിയാണ് സാബിഗാത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ സബക എന്ന് വെച്ചാൽ പൂർണ്ണമാവുക എന്നാണ്, അസ്ബക പൂർത്തിയാക്കുക. അപ്പോൾ അസ്ബക എന്ന് വെച്ചാൽ ഔസ അതമ്മ, വിശാലമാക്കുക, പൂർണ്ണമാക്കുക, അലൈക്കും നിങ്ങളുടെ മേൽ, അള്ളാഹു പൂർണ്ണമാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. നിഅമഹു അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ, ലാഹിറത്തൻ ആ നിഅമത്ത് തന്നെ ലാഹിറത്തായ നിലയ്ക്ക്, പ്രകടമായ നിലയ്ക്ക്. ഇത് ഹിയ ഹസൻ എന്താണ്, ഹിയ ഹസന് സൂറ അല്ലെ, അതെന്താണ് ഹസന് സൂറ, സൂറത്തിൽ അല്ലെ, സൂറത്ത് ഹസനായ, അതായത് സിഫത്തിന് മൗസൂഫിലേക്ക് ലാഫ്ത് ചെയ്താണ്.
സൂറത്തുൻ ഹസനയാണ്. സൂറത്തുൻ ഹസന നല്ല രൂപം, അത് നല്ല രൂപമാണ്. വ തസ്വിയത്തുൽ ആല, അപ്പം നല്ല രൂപം എന്നത് അതൊരു പൂർണ്ണതയാണ്. പിന്നെ വ തസ്വിയത്തുൽ ആല, അവയവങ്ങളെയൊക്കെ ഒരേപോലെ ആക്കുക. ഒരു കൈ ഒരു കൈ മറ്റേ കൈയിനേക്കാൾ നീളം കുറവ് അല്ലെങ്കിൽ നീളം കൂടുക എന്നൊക്കെ ഉള്ളത് ബുദ്ധിമുട്ടുള്ളതല്ലേ. അപ്പോൾ തസ്വിയത്തുൽ ആല എന്നുള്ളത് അത് പൂർണ്ണതയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു പൂർണ്ണതയാണ്. അപ്പോൾ ഒരു കാലത്ത് അതല്ലാത്തിന് അങ്ങനെ മറ്റു പല സംഗതികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തരുന്നു. അതാണ് പറഞ്ഞു അസ്ബഗ അലൈക്കും നിഅമഹു ലാഹിറ, പ്രകടമായ നിലക്ക് അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. ബാത്തിനായ അനുഗ്രഹങ്ങൾ അങ്ങനെയുണ്ട്. അപ്പം ബാത്തിനായെന്ന് വെച്ചാൽ ഹിയൽ മഅരിഫത്തു വഗൈരിഹ, മഅരിഫത്ത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവ്, അല്ലേ, ഒരു ജ്ഞാനം, വഗൈരിഹ അതല്ലാത്ത സംഗതികളൊക്കെ, അതൊക്കെ അള്ളാഹുവിൻ്റെ ബാത്തിനായ അനുഗ്രഹങ്ങൾ. അപ്പം ലാഹിറായ അനുഗ്രഹങ്ങളാണ് മറ്റത്. അതിനൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിട്ടുണ്ട്. വമിനന്നാസി, ജനങ്ങളിലുണ്ട്, ഐ അഹ്ലി മക്ക, മക്കാനിവാസികളുടെ കൂട്ടത്തിലുണ്ട്. ജനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ഖുർആൻ പലപ്പോഴും മക്കാനിവാസികളെ പറ്റിയായിരിക്കും. യാ അയ്യുഹന്നാസു എന്നത് മക്കാനിവാസികളെയും, യാ അയ്യുഹല്ലദീന ആമനു എന്ന് മദനി വാസികളെ സംബന്ധിച്ചൊക്കെയാണ് എന്നൊക്കെ തഫ്സീറുണ്ടല്ലോ. വമിനന്നാസ് എന്ന് വെച്ചാൽ മക്കാനിവാസികളുടെ കൂട്ടത്തിലുണ്ട് മൻ ഒരുത്ത യുജാദിലു ഫില്ലാഹി, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കം ഉന്നയിക്കുന്നവരുണ്ട്, ബിഗൈരി ഇൽമി, യാതൊരു അറിവുമില്ലാതെ, വലാ ഹുദ ഒരു സന്മാർഗവുമില്ലാതെ, മിർ റസൂലിൻ, അല്ലേ, റസൂലിൽ നിന്നുള്ള ഒരു പ്രത്യേക മാർഗനിർദ്ദേശമോ അല്ലെങ്കിൽ അള്ളാഹുവിനെ പറ്റി യാതൊരു ഇൽമോ ഒന്നും ഇല്ലാതെ അള്ളാഹുവിനെ സംബന്ധിച്ച് തർക്കം ഉന്നയിക്കും. വലാ കിതാബും മുനീർ, ഒരു പ്രകാശം ചൊരിയുന്ന ഒരു കിതാബും ഇല്ലാതെ, ഒരു ഗ്രന്ഥവും ഇല്ലാതെ, അതായത് ഒരു വേദഗ്രന്ഥത്തിൻ്റെ പിന്തുണയില്ലാതെ. വലാ ഹുദൻ, സന്മാർഗം എന്ന് വെച്ചാൽ മിൻ റസൂൽ എന്ന് വെച്ചാൽ റസൂലിൽ നിന്ന് വേണ്ട, റസൂലിനാലുള്ള, അതായത് ഹുദ എന്ന് വെച്ചാൽ നബിതങ്ങളെ സംബന്ധിച്ച് ഹുദ എന്ന് പരാമർശിച്ചിട്ടുണ്ടല്ലോ. നബിതങ്ങളെ സംബന്ധിച്ച് ഹുദ എന്ന്, നൂറെന്നും റഹ്മ എന്നൊക്കെ സംബോധന ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ മിൻ ബയാനി വെച്ചാൽ മതി. അപ്പം ഹുദ എന്നതാരാണ്? അള്ളാഹിൻ്റെ റസൂൽ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ദൂതൻ, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ദൂതൻ്റെയോ പ്രകാശം ജ്വലിക്കുന്ന ഏതെങ്കിലും ഒരു കിതാബിൻ്റെയോ പിന്തുണയില്ലാതെ, അല്ലേ, അതുപോലെ തന്നെ ഒരു അറിവുമില്ലാതെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കം ഉന്നയിക്കുന്ന ചില ആളുകൾ മക്കാനിവാസികളുടെ കൂട്ടത്തിലുണ്ട്. അൻസലഹുല്ലാഹു, എങ്ങനത്തെ പ്രകാശം ചുരിക്കുന്ന ഗ്രന്ഥമാണ് അള്ളാഹു അതിനെ ഇറക്കി. ബൽ ബിൽ തഖ്ലീദി, കിതാബ് കൊണ്ട് എന്നല്ല, ബൽ മറിച്ച് തക്ലീദ് പോലും ഇല്ലാതെ, ഒരു തക്ലീദ് തന്നെ ഇല്ലാതെ, ഒരാളെ പിന്തുടർന്നിട്ട് അവരുടെ മുമ്പിൽ വരി കാണിക്കാൻ ഒരാളും ഇല്ല, ഒരു മുമ്പിലൊരു സംഗതി ഇല്ലാതെയാണ് അവരിങ്ങനെ വെറുതെ ഓരോ തർക്കങ്ങൾക്കും മുതിരുന്നത് എന്നാണ് പറയുന്നത്. ബൽബിൽ തക്ലീദ് എന്ന് വെച്ചാൽ ഇൽമും ഹുദയും കിതാബും എന്നല്ല, ഒരു തക്ലീദ് പോലും ഇല്ലാതെയാണ് അവർ ആരെങ്കിലും പറഞ്ഞു വെച്ച് കേട്ടതുപോലല്ല അവർ പറയുന്നത്, വെറുതെ ഓരോ പുലമ്പലാണ്. വൈദാ ഖീല ലഹും, അവരോടെങ്ങാനും പറയപ്പെട്ടാൽ ഇത്തബിഉ, നിങ്ങൾ പിൻപറ്റണേ, മാ അൻസലല്ലാഹു, അള്ളാഹു ഇറക്കി ഒന്നിനെ ഒന്ന് പിൻപറ്റണേ എന്ന് പറഞ്ഞാൽ, ഖാലു അവർ പറയും, നത്തബിഉ, നമ്മൾ പിൻപറ്റുന്നു, നത്തബിഉ നമ്മൾ പിൻപറ്റുന്നു. ഞങ്ങൾ പിൻപറ്റുന്നു എന്തിനെ? മാ അൻസലല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇറക്കുന്നതിനെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. അല്ല, അങ്ങനെയല്ല. വൈദാ ഖീല ലഹും, അവരോടെങ്ങാനും പറയപ്പെട്ടാൽ, ഇത്തബിയു, നിങ്ങൾ പിൻപറ്റണേ, മാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിനെ നിങ്ങൾ പിൻപറ്റണേ എന്ന് ആവശ്യപ്പെട്ടാൽ, കാലു, അവർ പറയും, ബൽ നത്തബിയു, ഇല്ല, ഞങ്ങൾ പിൻപറ്റുന്ന എന്തിനെയാണ്? മാ വജദ്നാ അലൈഹി ആബാന, ഒന്നിനെയാണ്, വജദ്ന ഞങ്ങൾ എത്തിച്ചു, അലൈഹി അതിൻ്റെ മേൽ, ആബാന ഞങ്ങളുടെ പിതാക്കന്മാരാണ്. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾ ഏത് കോലത്തിലാണ് കണ്ട അതേ കോലത്തിലേ ഞങ്ങൾ പോവുള്ളൂ, ഞങ്ങൾ അതിനെ പിൻപറ്റാം, നീ പറയുന്നതിന് പിൻപറ്റാമെന്നും തയ്യാറല്ല എന്ന് ഈ പറയുന്ന ആളുകളോട് ഇവർ പറയും. ഖാല തആല, അല്ലാഹു തആല പറയാണ്, അയത്തബിഊനഹു, അവലൗകാനെന്ന് വെച്ചാൽ അയത്തബിഊനഹു. അപ്പോൾ ഹംസ ഇസ്തിഫാമിൻ്റെ ആണല്ലോ. അപ്പം ഇസ്തിഫാം എന്തിനോടാണ് ബന്ധപ്പെടുന്നത് അത് പറഞ്ഞിട്ടില്ല ഖുർആനിൽ. അപ്പം മുഫസ്സിർ സങ്കല്പിക്കുകയാണ്, അയത്തബിഊനഹു, അവരതിനെ പിൻപറ്റുകയാണോ? അതായത് അവരതിനെ പിൻപറ്റുകയെന്ന് വെച്ചാൽ അവരുടെ പിതാക്കന്മാരുടെ അതേ ചര്യയെ അവർ പിൻപറ്റുകയാണോ? എന്തായിട്ട്? വലൗ കാന ശൈത്താനു, പിശാജ് അവരെ പിശാജായിട്ടും, യദഊഹു അവരെ ക്ഷണിച്ചിട്ടും, ഇല അദാബി സഈർ, പിശാജ് എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്? നരകശിക്ഷയിലേക്കാണ്. സഈർ എന്ന് വെച്ചാൽ കത്തിയാളുന്നതെന്നാണ്. അതായത് പിശാജ് നേരെ അങ്ങോട്ട് ക്ഷണിക്കുന്നതാണോ? അല്ല, മറിച്ച് മൂജിബാത്തിഹി, ആ നരകശിക്ഷയെ നിർബന്ധമാക്കുന്ന കാര്യങ്ങളിലേക്ക് പിശാജ് അവരെ ക്ഷണിച്ചിട്ട് കൂടി അവർ അതിനെ പിൻപറ്റുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെ പിൻപറ്റാൻ പാടില്ല. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി, വമൻ ആരാണോ യുസ്ലിം വജ്ഹഹു തൻ്റെ മുഖത്തെ അവനെന്തായി, യുസ്ലിം എന്ന് വെച്ചാൽ അസ്ലമ യുസ്ലിം ഏൽപ്പിക്കുക,
അസ്ലമ യുസ്ലിമെ ഏൽപ്പിക്കുക, തൻ്റെ മുഖത്ത് അവനെ ഏൽപ്പിച്ചു ഇലല്ലാഹി അള്ളാഹുലേക്ക്. അങ്ങനെയുള്ളവൻ ആരാണോ, അതായത് ഐ യഖ്ബൽ അലാ ത്വാഅത്തിഹി യുഖ്ബിൽ, അഖ്ബല യുഖ്ബിൽ മുന്നിടുക എന്നർത്ഥം വെച്ചാൽ ഐ യുഖ്ബിൽ അലാ ത്വാഅത്തിഹി അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് മുന്നേ ഗമിക്കുന്ന ഒരാൾ ആരെങ്കിലും അങ്ങനെ ഗമിച്ചാൽ ഓഹോ മുഹ്സിൻ, എങ്ങനെ അവൻ തന്നെ മുഹ്സിനാണ്, അഥവാ മുഹ്സിൻ എന്ന് വെച്ചാൽ മുവഹിദ് ഏകദൈവ വിശ്വാസിയായിക്കൊണ്ട്, ഫഖദിസ് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ക ഉറച്ച പാശത്തെ അവൻ മുറുകെ പിടിച്ചവനായി. വുസ്ക എന്ന് വെച്ചാൽ ഏറ്റവും ബലിഷ്ഠമായ ഏറ്റവും ബലമുള്ള കയറിനെ പിടിച്ചവനായി എന്നർത്ഥം. ബിത്തൊറഫിൽ ഔസഖി ഏറ്റവും ഔസഖായ ഏറ്റവും ബലിഷ്ഠമായ ഭാഗത്തിൽ പിടിച്ചവനായി. അല്ലത് എങ്ങനെയുള്ള ലാ യുഖാഫുൻ ഖിതാഉഹു അത് മുറിഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്നില്ല, അങ്ങനെയുള്ള ഒന്നിൽ പിടിച്ച് പിന്നെ ഒരിക്കലും അവൻ എന്താവില്ല, നഷ്ടക്കാരനാവുകയില്ല എന്ന്. വൈലല്ലാഹി ആഖിബത്തുൽ ഉമൂർ അള്ളാഹുലേക്ക് മാത്രമാണ് കാര്യങ്ങളുടെ അന്തിമം, മർജി അതിൻ്റെ മടക്കം. വമൻ കഫറ ആരെങ്കിലും നിഷേധിയായാൽ ഫലാ യഹ്സുൻക അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ യാ മുഹമ്മദ് ഓ മുഹമ്മദേ കുഫുറുഹു അവൻ്റെ സത്യനിഷേധം അങ്ങേ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ, അതായത് അവൻ്റെ സത്യനിഷേധം കാരണം അങ്ങ് ഒരിക്കലും ദുഃഖിക്കാൻ ഇടവരരുത്. ലാ തഹ്തമ്മ ബി കുഫ്രിഹി അവൻ കാഫറായതിന് അങ്ങ് വലിയ പ്രാധാന്യം കൊടുക്കൊന്നും വേണ്ട, അവൻ കാഫറായ വലിയ ഇതാക്കി ഗൗരവമായിട്ട് അങ്ങ് എടുക്കൊന്നും വേണ്ട, അവനായിട്ട് ആയിട്ട് പോട്ടെ. ഇലൈന മർജിയും അവരുടെയൊക്കെ മടക്കം നമ്മിലേക്ക് മാത്രമാണ്. ഫനുനബ്ബിഉഹും നാം അവർക്കൊക്കെ മനസ്സിലാക്കി കൊടുത്തോളാം ബിമാ അമിലു അവർ ചെയ്തത് എന്താണ് എന്നൊക്കെ. ഇന്നല്ലാഹു അലീമു ബിദാത്തി സുദൂർ ഹൃദയങ്ങളിലുള്ളതിനെ സംബന്ധിച്ച് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, വിശാലമായി അറിയുന്നവനാണ്. അതായത് ബിമാ ഫീഹ ഹൃദയങ്ങളിലുള്ള ഒന്നിന് കവൈരിഹി ഹൃദയങ്ങളിലുള്ള അല്ലാത്ത, അതായത് ഹൃദയങ്ങളിലുള്ളതെന്ന് വെച്ചാൽ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ച അതിനറിയും, ഒളിപ്പിക്കാത്ത പരസ്യമായ അതിനറിയുന്ന പോലെ തന്നെ രഹസ്യം അതിനെ അറിയുന്നു. എന്നിട്ട് ഫമുജാസിൻ അലൈഹി അതിൻ്റെ പേരിൽ അവൻ പ്രതിഫലവും നൽകുന്നതാണ്. അലൈഹി എന്ന് വെച്ചാൽ ആ ചെയ്തതിൻ്റെ മേലിനാണ്. പിന്നെ മുജാസിൻ ലഹും എന്നൊന്നും പറഞ്ഞില്ല, പോട്ടെ. ഇനി നുമത്തിഉഹും ഫിദ്ദുനിയ ഖലീല നാം അവർക്ക് സുഖം നൽകും, സുഖം പ്രദാനം ചെയ്യും ദുനിയാവിൽ ഖലീല ഒരൽപ്പം. അയ്യാമ ഹയാത്തി അവർ ജീവിക്കുന്ന എത്ര കാലമാണ്, തുച്ഛമായ കാലഘട്ടമല്ലേ, ആഖിറത്തിനെ അപേക്ഷിച്ചിട്ട് ഒന്നുമല്ലോ ദുനിയാവ്, അത്ര കാലം അവർക്ക് സുഖം നൽകും. സുമ്മന അൽത്തറുഹും പിന്നെ നാം അവരെ നിർബന്ധിക്കും ഫിൽ ആഖിറത്തിൽ വെച്ച് ഇലാ അദാബിൻ ഖലീൽ കഠിനമായ ഒരു ശിക്ഷയിലേക്ക്. ഓഹോ അദാബുന്നാർ അത് നരക ശിക്ഷയാണ്. ലാ യജിദൂന അൻഹു മഹീസ അവർക്ക് കിട്ടുകയില്ല ആ നരകശിക്ഷയെ തൊട്ട് മഹീസ ഒരു അഭയസ്ഥാനം കിട്ടുകയില്ല. വല യജിദൂന വല ഇൻ സഅൽതഹും അല്ലേ, വല എന്നുള്ളത് ലാമ കസമിൻ്റെ ലാമാണ്, അതായത് സത്യമായിട്ടെങ്ങാനും സഅൽതഹും അങ്ങ് അവരോട് ചോദിച്ചാൽ മൻ ഖലഖ സമാവാതി വൽ അർള ആകാശ ഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ യഖൂലുന തീർച്ചയായും അവർ അള്ളാഹു ആണെന്ന് തന്നെ പറയും. അപ്പം ഹുദിഫ മിൻഹു നൂനുർ റഫ് ഇതിൽ നിന്നും റഫിന്റെ നൂനെ കളഞ്ഞു അല്ലെ, ലയഖൂലൂന എന്നുണ്ടാവും, ലയഖൂലൂന എന്നിട്ടാണ് എന്ത് സഖീലത്തിന്റെ നൂന് വരുന്നത്. അപ്പോൾ ഇവിടെ ഹുദിഫ മിൻഹു നൂനു റഫിന്റെ നൂനെ ഇതിന് കളഞ്ഞു. അല്ലെ തവാലിൽ അംസാൽ ഒരുപോലെയുള്ള, അംസാൽ എന്ന് വെച്ചാൽ മിസാലിന്റെ ജമാണ്, ഒരുപോലെയുള്ള മൂന്നെണ്ണം. ജമ്മിൽ അക്കലിൽ ജമ്മ എന്നുള്ളത് മൂന്നാണല്ലോ, അപ്പോൾ ഒരുപോലെയുള്ള മൂന്ന് നൂനുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അംസാൽ അത് തുടർച്ചയായിട്ട് വരുന്നത് മോശമാണ്. അപ്പോൾ ലയഖൂലൂനല്ലാന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഒറിജിനലായിട്ടുള്ള മീൻസ് ഏത് റഫിന്റെ നൂൻ ഉണ്ടല്ലോ അതിനെ കളഞ്ഞത്. പിന്നെ സക്കീലയുടെ നൂന് മാത്രം അവിടെ അവശേഷിപ്പിച്ചു. വാവുൽ ലമീറിന്റെ വാവിനെ കളഞ്ഞു. അപ്പോൾ ലയഖൂലൂന നൂന് കളഞ്ഞാൽ ലയഖൂലൂനല്ല എന്ന് വേണ്ടേ, അവിടെ വാവിനെ കളഞ്ഞതോ അതിൽ ഇലത്തിക്കായി സാക്കിനെ രണ്ട് സുക്കൂനുള്ള അക്ഷരങ്ങൾ ഒരുമിച്ച് വരുന്നത് മോശമാണ്, അതുകൊണ്ടാണ് അത് കളഞ്ഞത്. അപ്പോൾ ലയഖൂലൂനല്ല എന്നുള്ള അവിടെ ആദ്യം നൂന് കളഞ്ഞു അല്ലെ, ലയഖൂലൂന ആ റഫിന്റെ നൂന് കളഞ്ഞു. പിന്നെ ലയഖൂലൂനല്ല എന്നായി. പിന്നെ വാവും സക്കീലത്തിന്റെ രണ്ട് നൂനുകളാണ്, ഒന്നാമത്തെ നൂന് സാക്കിനായിരിക്കുമല്ലോ, അപ്പോൾ ഒന്നാമത്തെ സാക്കിനായ നൂനും അതിനെ തൊട്ട് മുമ്പായിട്ട് ഈ വാവ് സാക്കിനായ വാവും വന്നുകൊണ്ട് സാക്കിനായ വാവിനെ കളയും. ഇനി കുൽ നബിയെ അങ്ങ് പറയണം അൽഹംദുലില്ലാ സർവസ്തുതി അള്ളാഹുവിനാണ്, അലാ ലുഹൂരിൽ ഹുജ്ജത്തി അലൈഹിം അവർക്കെതിരെയുള്ള തെളിവിനെ നിരത്തി അള്ളാഹുവിനാണ് സർവസ്തുതിയും, നിരത്തിയതിൻ്റെ പേരിൽ അള്ളാഹുവിനാണ് സർവസ്തുതിയും. എന്തുകൊണ്ടുള്ള തെളിവ്, ബി തൗഹീദി ഏകദൈവത്വം കൊണ്ടുള്ള തെളിവ് അല്ലെ, ഏകദൈവം അള്ള മാത്രമുള്ള ഇതിലാണ്. ബൽ പക്ഷേ അക്സറും അവരുടെ അധികം ആളുകളും ലാ യഅലമൂന ഉജൂബഹു അലൈഹിം അവരുടെ മേൽ അത് നിർബന്ധമാണ് എന്നതിനെ അവർ മനസ്സിലാക്കുന്നില്ല. അതായത് ഈ തൗഹീദ് എന്നുള്ള സംഗതി അവർക്ക് നിർബന്ധമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ചിന്തിക്കാത്തത് അവരുടെ പ്രശ്നം തന്നെയാണ്. എല്ലാ വിധത്തിലുള്ള അവസരം ഒരുക്കി കൊടുത്തല്ലോ, ചിന്തിക്കാത്തവരാണ് നഷ്ടത്തിൽ വിശുദ്ധ ഖുർആൻ എന്നൊക്കെ മനസ്സിലാക്കാം. ഇല്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വാനഭൂവനങ്ങളിലുള്ള ഒന്നൊക്കെയും അള്ളാഹുവിന് മാത്രമാണ്.
മിൽക്കം വ ഹൽക്കം വ അബീദ, ഉടമസ്ഥതയാലും സൃഷ്ടിപ്പിനാലും അതിലുള്ള അടിമകളാലും ഒക്കെ. അതായത് അബീദ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടിയാറല്ലേ, അടിമകളല്ലേ എല്ലാവരും. ഫലാ യസ്തഹിഖുൽ ഇബാദത്തു ഫീഹിമാ, അപ്പോൾ അവകാശിയാകുന്നില്ല, ഫലാ യസ്തഹിഖുൽ ഇബാദത്ത്, ഇബാദത്തിന് അവകാശിയാവുന്നില്ല, ഫീഹിമ വാനഭൂവനങ്ങളിൽ, ഗൈറുഹു അള്ളാഹു അല്ലാത്ത ഒരാളും. അപ്പം ആകാശവും ഭൂമിയും അല്ലാത്ത വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതും ഇല്ല. അതിപ്പം നമ്മൾ കാണുന്ന ഏറ്റവും വലിയ രണ്ട് സൃഷ്ടിപ്പുകൾ വാനവും ഭൂമിയും ആകാശമാണല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം ഇബാദ എന്നുള്ളത് മഫൂലാണ്, ഗൈറു എന്നുള്ളത് ഫായിലാണ്. ഇന്നല്ലാഹു ഹുവൽ ഗനിയ്യു, അള്ളാഹു ഐശ്വര്യവാനാണ്, അൻ ഖൽഖി തൻ്റെ സൃഷ്ടികളെ തൊട്ട്. അതായത് സൃഷ്ടികളിൽ നിന്നും ഒരാവശ്യവും അള്ളാഹുവിനില്ലാന്ന്. അൽ ഹമീദു എന്ന് വെച്ചാൽ മഹമൂദു ഫി സുനൈ, തൻ്റെ പ്രവർത്തനത്തിൽ സ്തുത്യർഹനാണ്, സ്തുതിക്കപ്പെടുന്നവനാണ്, സ്തുതിക്കപ്പെടേണ്ടവനാണ്. വലു അന്ന മാഫിൽ അർളി, വലു അന്ന മാഫിൽ അർളി, ഭൂമിയിലുള്ള സർവ്വ ഭൂമിയിലുള്ള സർവ്വതുമായാൽ, ഭൂമിയിലുള്ള സർവ്വം വെച്ചാൽ മീൻ ഷജറത്തിൻ മരങ്ങളാൽ, അല്ലെ ഭൂമിയിലുള്ള സർവ്വതും, ആ സർവ്വത് എന്തിനാല് മരങ്ങളാൽ. അപ്പൊ ഭൂമിയിലുള്ള എല്ലാ മരങ്ങളും അക്കലാമുൻ, അന്നയുടെ ഖബർ കേട്ടോ, അന്നയുടെ ഖബറാണ്. അന്നമ എന്നുള്ളത് മറ്റേതല്ല, അമല് മുടക്കാക്കുന്ന ഇതല്ല, അമല് മുടക്കാക്കുന്ന താരീഖിന് വരുന്ന ഒരു മാ ഉണ്ടല്ലോ, ആ മാ അല്ല, മറിച്ച് മാ എന്നുള്ളത് മൗസൂലാണ്, അന്നയുടെ ഇസ്മാണ്, അക്കലാം എന്നുള്ള ഖബറാണ്. അപ്പൊ ഭൂമിയിലുള്ള മരങ്ങളൊക്കെയും പേനകളായാൽ, വൽ ബഹറു എന്നിട്ട് സമുദ്രമായാൽ, അത് അതിന്മേൽ അത്ഫ് ചെയ്താണ്, മായയുടെ മേൽ അത്ഫ് ചെയ്യുമ്പോൾ വൽബഹറ വൽബഹർ രണ്ടും വായിക്കാന്നാണല്ലോ. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഫസ്സിർ കൊടുത്തിരിക്കുന്ന അത്ഫുൻ അലാസ്മി അന്ന, അങ്ങനെ തന്നെ അന്നയുടെ ഇസ്മിന് മേലെ അത്ഫ് ചെയ്താണെന്ന്. അപ്പൊ അന്നയുടെ ഇസ്മിന് മേലെ അത്ഫ് ചെയ്താൽ നസ്ബും വായിക്കാം, റഫും വായിക്കാവുന്നതാണ്. അന്നയുടെ ഖബറും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാലമു അന്നക്കും, എന്താണ് ഇവിടെ ഉണ്ടല്ലോ ഖുറാനിൽ, തൗബ സൂറത്തിൽ തുടക്കത്തിലുണ്ട്, അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രിക്കീന വറസൂലഹു എന്നല്ല, വറസൂലുഹു എന്നാണ്. അതുപോലെ തന്നെ അന്നമാഫിൽ അർളി മീൻ ഷജറത്തിൻ അഖ്ലാമും വൽ ബഹറ എന്നല്ല, വൽ ബഹറു എന്നാണ്. അന്നയുടെ ഇസ്മിൻ മേലെ അത്ഫ് ചെയ്യുക. യമുദ്ദുഹു, അതെന്താവും, യമുദ്ദുഹു എന്ന് വെച്ചാൽ മിതാദാകുന്നതാണ്. മിതാദ് എന്ന് വെച്ചാൽ മഷീനാണ്. ഖുറാനിൽ വേറൊരു ഭാഗത്തുണ്ടല്ലോ, അഥവാ കഹ്ഫിന്റെ അവസാന ഭാഗത്ത്, കുല്ലൗ കാന ഫിൽ അർളി, അല്ല കുല്ലൗ കാനൽ ബഹ്റു മിതാദൻ ലികലിമാതി, ബഹ്റെങ്ങാനും മിതാദിന് മഷിയാവുകയാണെങ്കിൽ എന്ന്. അപ്പം ആ യമുദ്ദുഹു എന്ന് വെച്ചാൽ അത് തന്നെ, യമുദ്ദുഹു മിൻ ബഅദിഹി, യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുരിൻ. അവിടെ യമുദ്ദുഹു അതതിന് മഷിയാവുന്നു അർത്ഥം. യമുദ്ദുഹു എന്ന് വെച്ചാല് പറയാം, ഈ മദ്ദാന്ന് വെച്ചാൽ മഷിയിൽ മുക്കുക എന്ന് അർത്ഥമുണ്ട്. അപ്പൊ യമുദ്ദുഹു എന്ന് വെച്ചാൽ യമുദ്ദു, ഈ സമുദ്രം എന്ത് ചെയ്യും, മഷി മുക്കും, അല്ലെങ്കിൽ മഷിയിൽ മുക്കും, അതിനെ വെച്ചാൽ മായിലേക്ക് ലമീർ മടക്കാൻ മതിയാവും. അപ്പം ഏതാണ്, മരമാണ്. അപ്പം മരത്തിന് എവിടെ നിന്ന്, സമുദ്രത്തിൽ നിന്നും മഷി കിട്ടും. അപ്പം ഈ സമുദ്രത്തിലുള്ള ജലമൊക്കെയും ഈ മരങ്ങളാകുന്ന പേനകൾക്ക് മഷിയായി തീരുന്നു എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പം മഷിയിൽ മുക്കാന്നാണ്. അപ്പം ഈ അതായത് ഇത് മഷിയായി തീരും, ഏതിന്, പേനകൾക്ക് മഷിയാകും സമുദ്രം. അങ്ങനെ എന്നിട്ട് മിമ്പ് അതിഹി, ഈ സമുദ്രത്തിന് ശേഷം സബഅത്തു അബ്ഹുരിൻ, വേറെയും 7 എന്താണ് ബഹറുകൾ, 7 സമുദ്രങ്ങൾ. ബിഹാർ എന്നുള്ളത് മറ്റേ ജമല്ലേ, ഇത് കില്ലത്തിനെയാണ് അബ്ഹുർ എന്നുള്ളത്. അമിതാദൻ മഷിയാൽ, അതും വെള്ളം എന്നല്ല, അതും മഷി തന്നെയാണ്. അപ്പം 1, 7, 8 സമുദ്രങ്ങൾ. ഇപ്പോൾ ഉള്ള എത്ര ഭൂമിയിൽ എത്ര ഉണ്ടോ സമുദ്രം, അതായത് മൊത്തത്തിലുള്ള ആ സമുദ്രം അതിന് സമാനമായ 7 കൂടെ ഉണ്ടെങ്കിലും എന്താവൂല, മാ നഫിദത് കലിമാത്തുള്ള, അതെന്താവൂല, നഫിദ കലിമാത്തുള്ള, അള്ളാഹുവിൻ്റെ കലിമത്ത് എന്താവുകയില്ല, തീരുകയില്ല എന്നർത്ഥം. മാ നഫിദത്ത് കലിമാത്തുള്ള, അള്ളാഹുവിൻ്റെ കലിമത്ത് തീരുകയില്ല. അപ്പം തീർന്നു പോവാന്നൊക്കെ അർത്ഥമാണ് നഫിദക്ക് വരിക. അപ്പോൾ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ തീർന്നു പോകില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ കലിമത്തുകൾ, അപ്പം വിശുദ്ധ ഖുർആനിലെ കലിമത്ത് അതല്ല, മറിച്ച് അതിൻ്റെ മദ്ലൂലാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അള്ളാഹുവിൻ്റെ കലിമത്തുകളുടെ ദാലാണ് ശരിക്ക് ഇത്. അതായത് അള്ളാഹുവിൻ്റെ കലിമത്തുകളുടെ ദാല് ആണ് നമ്മൾ മുസഫിൽ കാണുന്നതും, അള്ളാഹുവിൻ്റെ കലിമത്തിൻ്റെ മദ്ലൂൽ, അതായത് ശരിക്ക് കലിമത്ത് എന്ന് വെച്ചാൽ, അല്ല കലിമത്തിൻ്റെ മദ്ലൂൽ എന്ന് വെച്ചാൽ ശരിക്ക് കലിമത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ആ നഫ്സാനിയായ കലാമുമാണ്. പിന്നെ അതിൻ്റെ മദ്ലൂൽ എന്ന് വെച്ചാൽ അതിൻ്റെതായ ആശയം, അതാണ് കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അൽ മുഅബ്ബറി ബിഹ എങ്ങനത്തെ കലിമാത്തുള്ളതാണ് അൽ മുഅബ്ബറു ബിഹ അതുകൊണ്ട് പരാമർശിക്കപ്പെടും അൻ മഅലൂമാത്തി അള്ളാഹുവിൻ്റെ മഅലൂമത്തുകളെ തൊട്ടായിട്ട് അതുകൊണ്ടാണ് പരാമർശിക്കപ്പെടുക. അള്ളാഹുവിൻ്റെ മഅലൂമത്തുകൾ ഇതുകൊണ്ടാണ് പരാമർശിക്കപ്പെടുക എന്നർത്ഥം. അൽ മുഅബ്ബറു ബിഹ എങ്ങനത്തെ കലിമത്തുകളാണ് അള്ളാഹുവിൻ്റെ എങ്ങനത്തെ കലിമത്ത് അതുകൊണ്ട് പരാമർശിക്കപ്പെടും എന്തിനെ സംബന്ധിച്ച് അൻ മഅലൂമാത്തിഹി അള്ളാഹുവിൻ്റെ മഅലൂമാത്തുകളെ സംബന്ധിച്ച് ബി കത്ബിഹ അതിനെ എഴുതപ്പെടൽ കൊണ്ട് ബി തിൽക്കൽ അകലാമി ആ പേനകൾ ഉപയോഗിച്ചുകൊണ്ട് ബി ദാലിക്കൽ മിതാദി ആ സമുദ്രത്തിലുള്ള വെള്ളം കൊണ്ടുണ്ടാക്കിയ ആ മഷി കൊണ്ട് വലാബി അക്സറമിൻ ദാലിക അത് ഖുർആൻ അത്ര പറഞ്ഞ് ഇനി വലാബി അക്സറമിൻ അതിനേക്കാൾ ഏറിയത് കൊണ്ട് കുറേ പേനയും കൊണ്ടുവന്ന് കുറേ പിന്നെയും കുറേ സമുദ്രങ്ങൾ സൃഷ്ടിച്ച് അതിനെ മഷിയാക്കി എങ്കിൽ പോലും ആവുകയില്ല എന്ന്. അപ്പം മനസ്സിലായല്ലോ കലിമാത്തുള്ളാഹുടെ തർക്കീബ് അൽ മുഅബ്ബറു ബിഹ അൻ മഅലൂമാത്തി അള്ളാഹുവിൻ്റെ മഅലൂമത്തുകളെ സംബന്ധിച്ച് ഈ കലിമത്തുള്ള എന്ന പരാമർശമാണ് നടത്തപ്പെടുക എന്ന്. അപ്പം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം അള്ളാഹുവിൻ്റെ മഅലൂമാത്തുകൾ ഒരിക്കലും എന്താവുന്നില്ല അങ്ങനെ അവസാനിക്കുന്നതല്ല എന്ന്. അല്ലെ അന്ന മഅലൂമാത്തിഹി തആല കാരണം അള്ളാഹുവിൻ്റെ മഅലൂമാത്ത് അള്ളാഹുവിൻ്റെ അറിവിൽ വരുന്ന സംഗതികൾ എന്നുള്ളത് വൈറ മുത്തനാഹി അറ്റമില്ലാത്തവയാണ്. ഇന്നല്ലാഹ അസീസുൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതാപിയാണ്. ലാ യുഅ്ജിസു ചെയ്യുന്നു ഒന്നും അവനെ അതിജയിക്കുന്നതല്ല. ഹക്കീമുൻ യുക്തിഭദ്രനുമാണ്. ലാ യഖ്റുജു ഷൈഉൻ അൻ ഇൽമിഹി ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്നും പുറത്തു പോകുന്നതല്ല. വഹിക്മത്തി അള്ളാഹുവിൻ്റെ യുക്തിയിൽ നിന്നും പുറത്തു പോകുന്നതല്ല. മാ ഖലഖുക്കും വലാ ബഅസുക്കും മാ ഖലഖുക്കും നിങ്ങളുടെ സൃഷ്ടിപ്പല്ല വലാ ബഅസുക്കും നിങ്ങളുടെ പുനർജീവിതവുമല്ല ഇല്ലാ കനഫ്സിൻ വാഹിദ ഒരൊറ്റ നഫ്സിനെ പോലെ അല്ലാതെ ഒരൊറ്റ നഫ്സിനെ പോലെ അല്ലാതെ അല്ല എന്ന് വെച്ചാൽ ഖൽഖൻ വബഅസൻ ഇത് സംഗതി എന്ന് വെച്ചാൽ ഉബയ്യിബ്നു ഖലഫും കൂട്ടരും വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പല ഘട്ടങ്ങളായിട്ടാണല്ലോ സൃഷ്ടിക്കുന്നത്. ഖുർആനിൽ പറഞ്ഞാൽ നുതുഫ ആദ്യം ഇന്ദ്രിയത്തുള്ളി പിന്നെ ബീജം അല്ല ഇന്ദ്രിയ വാപ്പയുടെ ഇന്ദ്രിയം പിന്നെ അത് സിക്താണ്ഡമാകുന്നു പിന്നെ മാംസക്കട്ടയാവുന്നു പിന്നെ അതിൽ അസ്ഥികൾ വരുന്നു അങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണല്ലോ. പിന്നെ നിങ്ങൾ പറയുന്നുണ്ട് എന്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും ഒറ്റ സമയത്തിലായിട്ട് സൃഷ്ടിക്കുന്നു. അപ്പം അതിനെപ്പറ്റി പറയാണ് മാ ഖലഖക്കും വലാ ബഅസുക്കും ഇല്ലാ കനഫ്സിൻ വാഹിദ കനഫ്സിൻ വാഹിദ എന്ന് വെച്ചാൽ ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിപ്പ് പോലെയാണെന്ന് ഒരൊറ്റ വ്യക്തിയെ സൃഷ്ടിപ്പിനെ പോലെയാണ് ഹൽക്കൻ സൃഷ്ടിപ്പിനാലും ബബാസൻ പുനർജീവിപ്പിക്കലിനാലും. എൻ്റെ കാരണം ലി അന്നഹു അതൊക്കെ ഉണ്ടാവുന്നത് ബി കലിമത്തി കുൻ ഫയക്കൂൻ കുൻ എന്ന് പറയുക അപ്പോൾ ഫയക്കൂൻ ഉണ്ടാവുന്നു ആ ഒരു കലിമത്ത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അള്ളാഹുവിന് ഇതൊന്നും സൃഷ്ടിക്കാനൊന്നും പാടൊന്നും ഇല്ല. അള്ളാഹുവിന് ആദ്യം അള്ളാഹു ഒന്നും ഉണ്ടാകാൻ പറയും പിന്നെന്താണ് അത് ഘട്ടം ഘട്ടമായിട്ട് ഉണ്ടാവുന്നു. അതൊക്കെ എന്താണ് ഒരു സൃഷ്ടിപ്പിൻ്റെ സാവകാശമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ 6 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയത്. അള്ളാഹു ഉദ്ദേശിക്കുകയാണ് അതിനേക്കാൾ സിമ്പിളായിട്ട് ഉണ്ടാകും. അതൊക്കെ എന്താണ് ആ തദ്ബീർ അള്ളാഹുവിൻ്റെ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ സംവിധാനം അത് ആളുകൾക്കൊരു പാഠമാവാനും കൂടിയാണ് അള്ളാഹു അങ്ങനെ മെല്ലെ മെല്ലെ ആക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം അതൊക്കെ അള്ളാഹുവിന് നിഷ്പ്രയാസം കഴിയും. അള്ളാഹു അല്ലെ തന്നെ ഓരോന്ന് എല്ലാം ഉണ്ടാക്കിയതാണ് കുൻ ഫയക്കുൻ പറഞ്ഞിട്ടാണ് ലോകം മുഴുവൻ ഉണ്ടായതെന്ന്. അപ്പം അതെന്തല്ല അള്ളാഹുവിന് ഒരിതല്ല എന്ന് പറഞ്ഞാണ് ഈ പുനർജീവിപ്പിക്കൽ എങ്ങനെയാണ് ഒറ്റയടിക്ക് എല്ലാവരും കൂടെ പുനർജീവിപ്പിക്കുക എന്നൊരു സംശയാവഹമായ ചോദ്യം. ആ ചോദ്യത്തിനൊരു മറുപടി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. ഇന്നല്ലാഹ സമീൻ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നവനാണ്. യസ്മഉ കുല്ല മസ്മു സമീ എന്ന് വെച്ചാൽ എല്ലാം കേൾക്കുന്നവനാണ്. വെറും സാമി അല്ല സമീ അല്ലേ എല്ലാം കേൾക്കുന്നവനാണ്. യസ്മഉ കുല്ല മസ്മു കേൾക്കപ്പെടുന്ന ഒക്കെയും കേൾക്കുന്നവനാണ്. ബസീറുൻ എല്ലാം കാണുന്നവനാണ്. യുബ്സിറു കുല്ല മുബസ്സറിൻ എല്ലാ കാണപ്പെടുന്നതിനും കാണുന്നവനാണ്. ലാ യശ്ഗുലുഹു ഷൈഉൻ അൻ ഷൈഇൻ അള്ളാഹുവിനെ ഒന്ന് മറ്റൊന്നിനെ തൊട്ട് എന്താവില്ല വ്യാപൃതമാക്കുന്നില്ല. ഒരു പരിപാടി അള്ളാഹു ചെയ്തെന്ന് വെച്ചാൽ മറ്റേ പരിപാടി അള്ളാഹ്ക്ക് ചെയ്യാൻ കഴിയാതിരിക്കില്ല എന്ന്. അള്ളാഹു നമ്മളെ പറ്റി എന്താ പറഞ്ഞാൽ മാ ജഅല അല്ലാഹു ലിറജുലിൻ ഖൽബൈനി ഫീ ജൗഫി ഉള്ളിൽ 2 ഹൃദയം കൊടുത്തിട്ടില്ല എന്ന്. 2 സംഗതികൾ ഒരേപോലെ ശ്രദ്ധ പ്രകടിപ്പിക്കാൻ മനുഷ്യന് സാധിക്കില്ലെങ്കിലും അള്ളാഹുവിന് സാധിക്കും. അതാണ് സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള വ്യത്യാസം. അലം തറ അങ്ങ് അല്ല അലം തറ താങ്കൾ അറിഞ്ഞില്ലേ തഅലം യാ മുഖാത്തബ് അഭിസംബോധിത താങ്കൾ മനസ്സിലാക്കിയില്ലേ അന്നല്ലാഹ ഈ ചോദ്യം ചോദിച്ച ആളോടായിരിക്കും. അല്ലാഹു അലം അന്നല്ലാഹ യൂലിജു അല്ലാഹു സുബ്ഹാനഹു വ തആല യൂലിജു യുദ്ഖിലുൽ ലൈല ഫിൻ നഹാരി രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുന്നു. വയൂലിജുൻ നഹാറ യുദ്ഖിലുഹു യൂലിജു എന്ന് വെച്ചാൽ യുദ്ഖിലുൻ നഹാറ ഫിൽ ലൈലി പകലിനെ രാത്രിയിലും പ്രവേശിപ്പിക്കുന്നു. അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ പ്രവേശിപ്പിക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ഫയസീദു കുല്ലു മിൻഹു അപ്പോൾ അവരിൽ നിന്ന് ഓരോന്നും ആ രണ്ടിൽ നിന്ന് ഓരോന്നും അതായത് രാവും പകലും ഒക്കെ എന്ത് ചെയ്യും വർദ്ധിക്കും. ബിമാ ഒന്നിനനുസരിച്ച് നഖസമിൽ ആഖർ മറ്റേൽ നിന്നും കുറഞ്ഞ ഒരളവിനനുസരിച്ചിട്ട്. അപ്പോൾ ചില ദിവസം ഉണ്ടാവും രാവും പകലും ഒരേപോലെയാണ്. നമ്മളതിന് പറയും എന്താണ് വിഷുവ ദിവസങ്ങൾ എന്ന് പറയും. കൊല്ലത്തിൽ 2 ദിവസമാണ് ഉണ്ടാവുക. അല്ലാത്ത ദിവസങ്ങളിൽ രാവ് ഒന്നുകിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ പകൽ കൂടുതലായിരിക്കും. അങ്ങനെ വിഷു ദിവസം കഴിഞ്ഞാൽ രാവ് കുറച്ച് കൂടും പകൽ കുറച്ച് കുറയും. അങ്ങനെ കൂടി രാവ് നല്ലപോലെ കൂടി പകൽ നല്ലപോലെ കുറയും. പിന്നെ വീണ്ടും നേരെ തിരിച്ച് പകൽ കൂടി
രാവ് കുറഞ്ഞു, അങ്ങനെ മനസ്സിലായല്ലോ. അപ്പോൾ എത്ര കണ്ട് രാവ് കൂടുന്നു അത്ര കണ്ട് പകൽ കുറയും, എത്ര കണ്ട് പകൽ കൂടുന്നു അത്ര കണ്ട് രാവ് കുറയും. ആ രൂപത്തിൽ അതാണ് സൂര്യൻ്റെ അക്ഷയനം എന്ന് പറയുന്നത്. അപ്പം അള്ളാഹു അതൊക്കെ ചെയ്യുന്നുണ്ട്, അതെല്ലാം ചെയ്യുന്നതായിട്ട് നീ മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിക്കുകയാണ്. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട് അല്ലേ, അതും ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ആദ്യം യൂലിജു അല്ല തൂലിജു അല്ല യൂലിജു എന്ന് പറഞ്ഞല്ലേ, യൂലിജു അവിടെ മുലാരി, ഇവിടെ എന്താ ആദ്യം പ്രയോഗിച്ചിരിക്കുന്നത്. അത് ഈ രാപ്പകൽ തമ്മിലുള്ള മാറ്റങ്ങൾ എല്ലാ സമയത്തും കൊല്ലത്തിൽ എപ്പോഴും ഇങ്ങനെ മാറ്റം പ്രകടമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ യൂലിജു, അവിടെ തജദ്ദുദിനെ മനസ്സിലാക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. സൂര്യൻ ചന്ദ്രനെയും കീഴ്പ്പെടുത്താന്ന് വെച്ചാൽ ആദ്യം അള്ളാഹു സൃഷ്ടിച്ചു വെച്ചു. അതുകൊണ്ടാണ് അവിടെ മാലിയുടെ സഹറ എന്നും പ്രയോഗിച്ചത്. കുല്ലു മിൻഹുമ, സൂര്യചന്ദ്രന്മാരിൽ നിന്നുള്ള ഓരോന്നും അല്ലെ, സൂര്യചന്ദ്രാദികളിൽ നിന്നുള്ള ഓരോന്നും എതിരി സഞ്ചരിക്കുന്നു ഫി ഫലക്കിഹി, അതിൻ്റെതായ ഓർബിറ്റിലൂടെ, അതിൻ്റെതായ പരിക്രമണ ദിശയിലൂടെ, അല്ലെങ്കിൽ അതിൻ്റെതായ ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ അതിലൂടെ. ഇല അജലി മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ. ഏത് അവധിയാണ്? ഹുവ യൗമുൽ ഖിയാമ, അന്ത്യദിനമാണ്. വഅന്നല്ലാഹ ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചൊക്കെ അറിയുന്നതാണ് എന്നൊന്നും അറിയുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ ഇയാൾ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അലം താലം എന്നതിന് ജവാബ് ഒരു ചോദ്യമാണ്, ചോദ്യം ഇപ്പോഴാണ് തീർന്നത്. എന്നിട്ട് പറയാം ദാലികൽ മദ്കൂർ, അപ്പോൾ അറിയപ്പെട്ടതുണ്ടല്ലോ അത് ബി അന്നല്ലാഹു അൽ ഹഖു, അത് അങ്ങനെ പറയാനുള്ള ഇങ്ങനെയൊക്കെ ആവാനുള്ള സംഗതി എന്ന് വെച്ചാൽ ബി അന്നല്ലാഹു അൽ ഹഖു, അള്ളാഹു മാത്രമാണ് ഹക്ക്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതെന്ന്. അൽ ഹക്ക് എന്ന് വെച്ചാൽ അസാബിത്തു, സ്ഥിരപ്പെട്ടവൻ, എന്നൊന്നും നിലനിൽപ്പുള്ള, എന്നൊന്നും നിലനിൽക്കുന്ന യഥാർത്ഥ ശക്തി അള്ളാഹ് മാത്രമാണ്. വാന്നമായ ദഊന, പിന്നെ അവർ പ്രാർത്ഥിക്കുന്ന ബില്യായി അല്ലെ, ബില്യായി പത്തായി താണെങ്കിൽ തദൂന, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, അഥവാ പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ യഅബ്ദൂന, നിങ്ങൾ ആരാധിക്കുന്ന മറ്റ് സംഗതികളൊക്കെ ഉണ്ടല്ലോ. വന്നമ, നിങ്ങൾ ഏതിനൊക്കെയാണ് ആരാധിക്കുന്നത്, അവ ഏതിനൊക്കെയാണ് ആരാധിക്കുന്നത് മിൻ ദൂനി, അള്ളാഹുവിനെ കൂടാതെ, അതൊക്കെ എന്താണ്? അൽ ബാത്തിൽ, ബാത്തിലാണ്. ബാത്തിൽ എന്ന് വെച്ചാൽ അസായിൽ, നീങ്ങിപ്പോകുന്നതുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയെന്ന്. അല്ലാഹു അൽ അലിയു, അള്ളാഹു സുബ്ഹാനഹു വ തആല, പിന്നെന്ത് കാരണത്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുവൽ അലി, അവൻ മാത്രമാണ് ഉന്നതൻ അല്ലെ. അലാ ഖൽഖിഹി ബിൽ ഖഹരി, ആധിപത്യം കൊണ്ട് തൻ്റെ സൃഷ്ടികളുടെ ഒക്കെ മേലെ ഉന്നതനായ ഇരിക്കുന്നവൻ അള്ളാഹു മാത്രമായതുകൊണ്ട്. അൽ കബീർ, വലിയവനും അല്ലെ, അൽ അലീമു, മഹോന്നതനുമായ അള്ളാഹു, ആ മഹോന്നതനുമാണ് അള്ളാഹു എന്നതുകൊണ്ടാണ് ഇതൊക്കെ. ഇനി അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, അലം തറ. അപ്പോൾ ആദ്യത്തെ ചോദ്യം അങ്ങനെയാണ് വന്നത് അല്ലേ, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, അങ്ങനെയൊക്കെ ആയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് തീർന്നു. ഇനി അടുത്ത് പറയണം, അലം തറ അന്നൽ ഫുൽക്ക, മുഹാത്തബിനോട് ചോദിക്കുകയാണ്, ഈ കണ്ടില്ലേ അന്നൽ ഫുൽക്ക അല്ലെ, ഫുൽക്ക എന്ന് വെച്ചാൽ അസുഫിന, സഫീനത്തിന് എന്ന സുഫിന, കപ്പലുകൾ, തജ്രി ഫിൽ ബഹരി, സമുദ്രത്തിൽ സഞ്ചരിക്കുന്നു. എന്തുകൊണ്ട്? തജ്രി ഫിൽ ബഹരി ബിനിഅമത്തില്ല, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സഞ്ചരിക്കുന്നു. ലിയുരിയക്കും, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് അവൻ അതിനെ എന്ത് ചെയ്യുന്നത്, അല്ല ലിയുരിയക്കും, അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. യാ മുഹാത്തബീന ബിദാലിക, യാ മുഹാത്തബീനെ, ഓ മുഹാത്തബീങ്ങളെ, ഓ അഭിസംബോധിതരെ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. ബിദാലിക, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ സമുദ്രത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് കൊണ്ട് കാണിച്ചു തരാം. എന്തിന്? മിൻ ആയാത്തി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലതിന് അല്ലെ, മിൻ തബീദന മിന്നായിട്ട് വെച്ചാൽ മതി. അള്ളാഹുവിൻ്റെ ആയത്തുകൾ ചിലതിനെ നിങ്ങൾക്ക് അള്ളാഹു കാണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സമുദ്രത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അപ്പോൾ വലിയൊരു അനുഗ്രഹമല്ലേ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം എന്നുള്ളത് പലതരത്തിലുള്ള മനുഷ്യന് ആവശ്യമായ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ അള്ളാഹു. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ അല്ലേ, നിശ്ചയം ഇന്ന ഫീ ദാലിക, അതിലുണ്ട്, ലആയാത്തിൻ, ആയത്തുകൾ ഉണ്ടെന്ന് വെച്ചാൽ എന്താണ്, ഇബറത്തുകൾ ഉണ്ട് എന്നാണ്, പാഠങ്ങളുണ്ട്. ഇബറത്തിന് ആണ് ഇബറൻ, പാഠങ്ങളുണ്ട്. ലിക്കുല്ലി സ്വബാരിൻ, എല്ലാ ക്ഷമിക്കുന്ന ആളുകൾക്കും. പിന്നെ മനസ്സില്ല, അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കാൻ സ്വാഭാവികമായിട്ട് മനുഷ്യ മനസ്സിന് ഒരു താല്പര്യം ചിലപ്പോൾ ഉണ്ടാവാം അല്ലേ, ചില കാര്യങ്ങൾ. അപ്പം അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്നതിനൊക്കെ ക്ഷമിച്ചു നിൽക്കുന്ന എല്ലാ ആളുകൾക്കും അതിൽ പാഠങ്ങളുണ്ട്. ഷക്കൂർ, പിന്നെ അങ്ങനത്തെ സബ്ബാറുമാണ്, ഷക്കൂറാണ്, നല്ല നന്ദിയുള്ള. ലിനി അമത്തിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ. ഇതാ വഷിയഹും അല്ലേ, അവരുടെ മേലെയായാൽ, ഐ അലൽ കുഫാറ, കാഫര്യങ്ങളുടെ മേലെയായാൽ, മൗജുൻ, ഒരു ഇരുട്ട്. കാവര്യങ്ങളുടെ മേലെ എങ്ങാണ് ഒരു ഇരുട്ട് ആവരണം ചെയ്താൽ, ഹൊഷ്യ എന്ന് വെച്ചാൽ മേലെ ആവുക, ആവരണം ചെയ്യുക, പുതയുക എന്നൊക്കെ അർത്ഥം. മൗജിൻ ഇരുട്ടല്ല, മൗജ് തിരമാല. കല്ലുലലി, എന്ന് വെച്ചാൽ കൽ ജിബാലില്ലത്തി തുവല്ലു മിൻ തഹ്തിഹ അല്ലെ, പർവ്വതങ്ങളെ പോലെ. ഇവിടെ മുസ്തർ കൊടുത്തിരിക്കുന്ന കൽ ജിബാലി, പർവ്വതങ്ങളെ പോലെ. അല്ലത്തി എങ്ങനെയുള്ള പർവ്വതങ്ങളാണ്? തുവല്ലു, അതുകൊണ്ട് ഇരുട്ടാക്കപ്പെടും അല്ലെ, മിൻ തഹ്തിഹ, അതിൻ്റെ താഴ്ഭാഗം. അപ്പോൾ താഴ്ഭാഗം ഇരുട്ടാകുന്ന വിധത്തിലുള്ള പർവ്വതങ്ങളെ പോലെ തിരമാലകൾ അവരുടെ മേലെ മൂടിയാൽ, ദഅവുല്ലാഹ മുഖ്ലിസീന,
അള്ളാഹുവിനെ അവർ വിളിച്ച് പ്രാർത്ഥിക്കും. മുഖ്ലിസീൻ ലഹുദ്ദീൻ, ദീനിനെ അവർ അള്ളാഹുവിന് മാത്രമാക്കുന്ന നിലക്ക് വേറൊരു രക്ഷയില്ല. ഇതുവരെ ആരാധിച്ച ആരാധനാമൂർത്തികളൊന്നും തങ്ങളെ സഹായിക്കുകയില്ല എന്നും ബോധ്യമായതിൻ്റെ പേരിൽ അള്ളാഹുവിന് മാത്രം ദീനിനെ തനിപ്പിക്കും. അതായത് ദുആ, ദീൻ എന്ന് വെച്ചാൽ ദുആഇനെ അവർ അള്ളാഹുവിന് മാത്രം ഒരു ദുആ ചെയ്യും, വേറെ ഒന്നിനും ദുആ ചെയ്യില്ല. ബി അൻ യുനജിയഹും, അള്ളാഹു അവരെ രക്ഷിക്കും എന്നതുകൊണ്ട്. അതായത് ലാ യദുഅന മാഹു ഗൈറഹു, അള്ളാഹുവിനോടൊപ്പം വേറൊന്നിനോട് അവർ എന്ത് ചെയ്യില്ല, ദുആ ചെയ്യൂല ആ സന്ദർഭത്തിൽ. ഇനി ഫലമ്മ, അപ്പം സമുദ്രത്തിൽ വല്ല കപ്പലും മുങ്ങി എന്താണ് അപകടത്തിൽപ്പെടുമ്പോഴാണ് ഈ സമുദ്രം തിരമാലകൾ പർവ്വത സമാനമായ രൂപത്തിൽ അവരുടെ മേലെ വീഴുന്നത്, എത്തുന്നത്, മൂടുന്നത്, ആവരണം ചെയ്യുന്നത്. അപ്പോഴേക്കും അവർ അള്ളാഹുവിന് മാത്രം പ്രാർത്ഥിക്കും. അങ്ങനെ ഫലമാനജാവും, അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമ്പോൾ ഏതിലേക്ക്, കരയിലെത്തിച്ച് രക്ഷപ്പെടുത്തുമ്പോൾ ഫമിൻഹും മുഖത്തസിദ്, അവരുടെ കൂട്ടത്തിൽ ഒരു മുഖത്തസിദായ ആളുണ്ടാവും. മുഖത്തസിദ് എന്ന് വെച്ചാൽ മുത്തവസിദും ബൈനൽ കുഫ്രി വൽ ഈമാനി, വിശ്വാസി ആയിരിക്കില്ല, കാഫിർ നിഷേധി ആയിരിക്കില്ല, ആ ഒരു ടൈപ്പിലുള്ള ആളുണ്ടാവും. ഫമിനും ബാക്കിൻ അലാ കുഫ്രി, എന്നാൽ അവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും ബാക്കിയായ ആൾ അലാ കുഫ്രി, തൻ്റെ പഴയ സത്യനിഷേധത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുന്ന ആളും ഉണ്ടാവും. രക്ഷപ്പെട്ടാൽ പിന്നെ ഓന്തിൻ്റെ നിറം മാറുന്ന പോലെ, ഓന്ത് കുടുങ്ങിയപ്പോൾ അങ്ങനെയായി, പിന്നെ വീണ്ടും തനി സ്വഭാവമാണ്. ഒമായജഹദു ബി ആയാത്തിന, നമ്മളുടെ ആയത്തുകളെ നിഷേധിക്കുകയില്ല. ഒമിന, നമ്മുടെ ആയത്തിൽ പെട്ടെന്നാണ് അൽ ഇൻജാ മിനൽ മൗജി, ഈ സമുദ്രത്തിലുള്ള തിരമാലയിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത്. അതിനെ തൊട്ട് അത്തരം ആയത്തുകളൊന്നും നിഷേധിക്കുകയില്ല. ഇല്ല കുല്ലു ഹത്താർ, എല്ലാ ഹത്താറുമല്ലാതെ. ഹത്താർ എന്ന് വെച്ചാൽ ഹത്താർ എന്ന് വെച്ചാൽ വഞ്ചകൻ. ഓരോ വഞ്ചകന്മാർ അല്ലാതെ അള്ളാഹുവിന് എന്ത് ചെയ്യില്ല, അല്ല ഇതിനെ നിഷേധിക്കുകയില്ല. അപ്പം വദ്ദാറും പിന്നെ കഫൂറുമായ, കഫൂർ എന്ന് വെച്ചാൽ കഫൂർ ലിഅമല്ലാഹി തആല, അള്ളാഹു തആലയുടെ നിഅമത്തുകൾക്ക് നന്ദികേട് കാണിക്കുന്ന ആളും അല്ലാതെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ, നമ്മുടെ ആയത്തുകൾ നിഷേധിക്കുകയില്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഐ അഹ്ല മക്ക, ഉണ്ടോ വീണ്ടും അന്നാസ് എന്ന് വെച്ചാൽ മക്ക നിവാസികളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക, വഖ്ശവു, നിങ്ങൾ ഭയപ്പെടുക, യൗമൻ, ഒരു ദിവസത്തെ, ലാ യജ്സി യഅനി, അല്ലെ യുഗ്നി എന്നായിരിക്കും, വാലിദുൻ അം വലദിഹി, അല്ലെ ഉപകാരപ്പെടുകയില്ല എന്ന്. ലാ യജ്സി എന്ന് വെച്ചാൽ ജസ, ഒരു എന്തെങ്കിലും തിരിച്ച് പ്രത്യുപകാരമോ മറ്റോ ചെയ്യുകയില്ല എന്ന് വെച്ചാൽ യുഗ്നി, ഒരു തരത്തിലുള്ള ഉപകാരം ചെയ്യുകയില്ല. വാലിദുൻ അൻ വലദിഹി, ഒരു രക്ഷിതാവും തൻ്റെ വലതിന്, തൻ്റെ കുട്ടിക്ക്, ഫീഹി, ആ ദിവസത്തിൽ, ഷെയ്ൻ, ഒരു ദിവസവും അല്ല, ഒരു നിലക്ക്. അപ്പം യൗമ എന്നുള്ളതിൻ്റെ സിഫത്താണ് ലാ യജ്സി വാലിദിൻ അം വലദിഹി എന്നുള്ളത്. അപ്പം സിഫത്ത് മൗസൂഫിലേക്ക് ഉള്ള ലമീർ ഉണ്ടാവണമല്ലോ ജുംലയായിട്ട് വരുമ്പം. അപ്പോൾ അതിപ്പം ഷാരി കൊടുത്തേക്കുന്നതാണ്, ഫീഹി അല്ല മുഫസ്സിർ കൊടുത്തേക്കുന്നതാണ്, ഫീഹി, ആ ദിവസത്തിൽ. എങ്ങനെയുള്ള ദിവസമാണ് ആ ദിവസത്തിൽ? ഒരു പിതാവും തൻ്റെ മകന്, ഒരു പിതാവെന്നല്ല, പിതാവോ മാതാവോ തൻ്റെ മകനോ മകൾക്കോ വേണ്ടി ഒരു ഉപകാരം ചെയ്യുകയില്ല. വലാ മൗലൂദിൻ ഹുവ ജാസിൻ അം വാലിദിഹി ചെയ്യുക, നേരെ തിരിച്ചു, ഒരു മൗലൂദ്, അതായത് മകനോ മകളോ ഉപകാരം ചെയ്യുകയില്ല. ഹുവ ജാസിന, അവൻ ജാസിയാവൂല, അതായത് അവൻ എന്ത് ചെയ്യില്ല, മുഖനിയാവുകയില്ല, ആവശ്യങ്ങൾ തീർക്കൂല, അല്ലെങ്കിൽ ഉപകാരം ചെയ്യുകയില്ല, അൻവാലിദ്, തൻ്റെ മാതാവിനോ പിതാവിനോ ഒന്നും, ഫിഹ ദിവസത്തിൽ, ഷെയ്ൻ, ഒരു നിലയ്ക്ക്. ഇന്ന വഅദല്ലാഹി ഹഖുൻ, തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമത്രേ, ബിൽ ബഅസി, പുനർജീവിതം കൊണ്ടുള്ള, പുനർജീവിതം ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, അതുകൊണ്ട് ദുനിയവിയായ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, അനിൽ ഇസ്ലാമി, അള്ളാഹുവിനെ വിശ്വസിക്കുന്നതിനെ തൊട്ട്. വലാ യഗറന്നക്കും, നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ, ബില്ലാഹി, അള്ളാഹുവിൻ്റെ കാരണത്താൽ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ഫി ഹിൽമിഹി വ ഇംഹാലിഹി, അള്ളാഹുവിൻ്റെ സഹനത, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സാവകാശം. അള്ളാഹു നമുക്ക് സാവകാശം ചെയ്തു തരുന്നുണ്ടല്ലോ, നമ്മൾ തെറ്റ് ചെയ്ത ഉടനെ അള്ളാഹു പിടികൂടുന്നില്ല, അതുപോലെ തന്നെ അള്ളാഹു പലപ്പോഴും മാപ്പാക്കുന്നു. അപ്പോൾ അത് ഹിൽമാണ്, സാവകാശം നൽകുക അള്ളാഹുവിൻ്റെ ഇംഹാലാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹിൽമിൻ്റെയും ഇംഹാലിൻ്റെയും പേരിലായിക്കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അൽ ഖറൂർ, ഏറ്റവും വഞ്ചകനായ ആൾ, ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്ന ആൾ, കൂടുതൽ വഞ്ചിക്കുന്ന ആളാരാണ്? ഷെയ്ത്താൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന്, വഞ്ചനയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ ഈ ഹിൽമിൻ്റെയും ഇംഹാലിൻ്റെ ഒക്കെ പേരിലായിട്ട്. ഇന്നല്ലാഹു, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇൻദഹു, അവൻ്റെ അടുക്കൽ മാത്രമാണ്, ഇൽമുസ്സാ, അന്ത്യദിനത്തെ പറ്റിയുള്ള അറിവുള്ളത്, മതാ തഖൂം, അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന്. വയനസിലു, അള്ളാഹു അതിനെ ഇറക്കും, ബി തഖ്ഫീഫ് വ തശ്ദീദ്, രണ്ട് ഖിറാഅത്തിന് തഖ്ഫീഫാക്കിയിട്ട് യുൻസിലു എന്നും തശ്ദീദ് യുനസിലു, അള്ളാഹു അവനെ ഇറക്കും എന്ത്, അല്ല ഗൈസിനെ, ഗൈസിനെന്ന് വെച്ചാൽ മഴയെ, ബി വക്കത്തി, അതായത് മഴയെ വർഷിപ്പിക്കുന്നു വെച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കലാണ്, ബി വക്കത്തി, എന്താണ്, ബി വക്കത്തിൻ, ഒരു സമയത്ത്, യാലമുഹു, അള്ളാഹു അതിനറിയുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അതിനറിയുന്നുണ്ട്, അള്ളാഹുവിന് മുമ്പേ അറിയും ഏത് സമയത്താണ് മഴ പെയ്യിപ്പിക്കേണ്ടത്, ആ സമയത്ത് അള്ളാഹു ആണ് മഴയെ വർഷിപ്പിക്കുന്നത് എന്ന്. അഥവാ ആ സമയവും ആർക്കും അറിയില്ല എന്ന്, അള്ളാഹുവിനെ അറിയുള്ളൂ. എന്ത്, അന്ത്യദിനം എപ്പോഴാണ് വരിക, മഴ എപ്പോഴാണ് വർഷിപ്പിക്കുക. വയഅലമു മാ ഫിൽ അർഹമി, ഗർഭാശയങ്ങളിലുള്ള ഒന്നിനെ അള്ളാഹു അറിയുന്നത്, അത് അക്കറിൻ അം ഉൻസ, അതാണോ പെണ്ണോ എന്ന്. വലാ യഅലമു വാഹിദൻ മിൻ സലാസത്തി
ഈ 3 കാര്യങ്ങളിൽ നിന്നുള്ള ഒന്നും അറിയുന്നില്ല. ഗൈറുല്ലാഹി തആല, അല്ലാഹു തആല അല്ലാത്ത ആരും അറിയുന്നില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, വമാ അറിയുന്നില്ല, തദ്രി നഫ്സുൻ ഒരു നഫ്സ് എന്താണ്, ഒരു നഫ്സും അറിയുന്നില്ല, ഒരു നഫ്സും അറിയുന്നില്ല എന്ന്, ദറായതിരി മാതാ തക്സിബ് ഗദാ, നാളെ അവൻ എന്താണ് ചെയ്തു കൂട്ടുക എന്ന്, പിന്നെ ഖൈറിൻ നന്മയാലോ ഔഷരിൻ തിന്മയാലോ, വയലമുല്ലാഹു തആല എന്നാൽ അള്ളാഹു അതറിയുന്നുണ്ട്. വമാ തദ്രി നഫ്സുൻ ഒരു നഫ്സും മനസ്സിലാക്കുന്നില്ല, ബി ഐ അർളിൻ തമൂത്ത് ഏത് സ്ഥലത്ത് വെച്ചാണ് അവൻ മരണപ്പെടുക എന്നും, നഫ്സ് മരണപ്പെടുക എന്നും. എന്നാൽ വയലമുല്ലാഹു തആല അള്ളാഹു അതിനറിയുന്നുണ്ട് താനും. ഹാലിയ ജുംലയാണ് അല്ലെ, അങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇന്നല്ലാഹ അലീമും ബികുല്ലി ഷൈ. അപ്പം ആദ്യത്തെ 3 എന്തായാലും അറിയില്ല. രണ്ടാമത് പറഞ്ഞ 2 കാര്യങ്ങളുണ്ടല്ലോ, അത് ഒരു പക്ഷേ ചെറിയ ധാരണകളൊക്കെ വരും എന്ന കോലത്തിലാണ് പറയുന്നത്. രണ്ടാമത്തത് എന്നുള്ളത് ചിലപ്പോൾ ഒരു ചെറിയൊരു തോന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. കാരണം നമ്മൾ നാളെ അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അല്ലെ മരണത്തിന് മുമ്പ് ചെറിയൊരു ഇതൊക്കെ ഉണ്ടല്ലോ. ഇൽമായിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ടുണ്ടാവില്ല, എങ്കിലും ഒരു തവഹുമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ആദ്യത്തെ 3 ഏറ്റവും വളരെ ഗൗരവതരമായതാണ്. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലി ബികുല്ലി ഷൈഇൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വതിനെ സംബന്ധിച്ച് അല്ലെ അലീമുൻ, ഇന്നല്ലാഹ അലീമുൻ ഖബീർ എന്നുള്ളത്, ഇന്നല്ലാഹ അലീമുൻ ബികുല്ലി ഷൈഇൻ, അള്ളാഹു എല്ലാത്തിനെ സംബന്ധിച്ചും വിശാലമായ ജ്ഞാനമുള്ളവനാണ്. ഖബീർ ബിബാത്തിനിഹി ഖലാഹിറി, അതിൻ്റെ പുറമെന്നതുപോലെ ഉള്ളിനെ സംബന്ധിച്ചും സൂക്ഷ്മമായ അറിവുള്ളവനാണ്. റവൽ ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഈ ഹദീസ് ഏത്, മഫാത്തി അൽ ഗൈബി ഖംസ, ഗൈബിന്റെ അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ 5 ഇന്നല്ലാഹ എന്ന് പറഞ്ഞിട്ട് ആയത്ത് ശേഷം ഓതുകയാണ് ചെയ്യുന്നത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ എന്ന ആയത്ത് ഇലാ ആഖിരി സൂറത്തിന്റെ അവസാനം വരെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.